ഞാൻ ഭയങ്കര ഷുവറായിരുന്നു എനിക്കിത് തന്നെയാണ് ഇഷ്ടം, ഞാൻ ഇതേ ചെയ്യൂ, കാരണം എനിക്കിതേ അറിയൂ. ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മുടെ വിഷമം പറയുമ്പോൾ അവരുടെ മുന്നിൽ നമ്മൾ ഡൗൺ ആവുകയാണ്. ചില സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതം മാത്രമല്ല കുഴഞ്ഞാട്ട എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. പൂജിത ചെയ്ത് കണ്ടിട്ടായിരിക്കും വേറെ ആൾ വരുന്നത്, അപ്പോൾ അത് പറ്റിക്കപ്പെടാറ്. പിന്നെ ഡെഫിനറ്റ്ലി നമ്മൾ ഒരു ലേഡി ആണെങ്കിൽ, ഒരു ഗേൾ ആണെങ്കിൽ 100% ചുറ്റിനും ആൾക്കാരുണ്ടാവും. നമുക്ക് അൺകംഫർട്ടബിൾ രീതിയിലല്ല അവരിപ്പോൾ ഇൻഡയറക്റ്റ്ലി ഇട്ട് തരും. ഒരാൾ ഒരു പെർട്ടിക്കുലർ ടൈപ്പാന്നുള്ള കുറേ ആൾക്കാർക്ക് ഒരു പ്രീ ജഡ്ജ്ഡ് ഐഡിയ ഉണ്ടാവും അവരുടെ മൈൻഡിൽ. അപ്പോൾ അത് നമ്മൾ എന്നും എക്സ്പെക്റ്റ് ചെയ്തില്ലെങ്കിൽ അത് നമുക്കിട്ട് നല്ല പണി. പക്ഷെ കുറച്ച് കാലമായിട്ട് എനിക്കത് വേണ്ടായിരുന്നു. എനിക്കിനി ചെയ്യുകയാണെങ്കിൽ നല്ലതേ ചെയ്യുള്ളൂ എന്നൊരു മൈൻഡിൽ തീരുമാനമുണ്ടായിരുന്നു. അത് എത്ര കാലമായാലും ഇനി വന്നില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു എൻ്റെ. അപ്പോൾ നമ്മൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണ്, ഓക്കെ ഫൈൻ, വരുമ്പോൾ വരട്ടെ. നമ്മൾ മെൻ്റലി ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ യു റെഡി ടു വെയിറ്റ്. ജോലിക്ക് ഡെയിലി മോർണിംഗ് 9 to 5 ജോബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമുള്ള പണിയല്ല, അതെന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല. കുറച്ച് കാലം വർക്ക് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെയും ഡെസ്പെറേറ്റ് ആവും. കാരണം നമ്മൾ വഴിയിൽ ഇറങ്ങുമ്പോൾ ഇപ്പം പണിയൊന്നും ഇല്ലേ, അതാണ് ആൾക്കാർ ചോദിക്കുക. നമ്മൾ ഒറ്റപ്പെടുന്ന കുറേ സമയങ്ങളുണ്ട്. ആ സമയങ്ങളിലൊക്കെ നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കൂടുതൽ ട്രെയിൻ ചെയ്യും അവരില്ലെങ്കിൽ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വന്ന് പെട്ടിട്ടില്ല. ബിക്കോസ് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പക്ഷേ നമുക്ക് ഡെഫിനറ്റ്ലി നന്നായിട്ട് ആക്ട് ചെയ്യാത്ത സമയത്ത് ചീത്തയും കേൾക്കും. ഇതിപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച ഒരു ആഡ് ഷൂട്ട് ബോംബെയിൽ വന്നിട്ട് ഐ വാസ് വെരി ഹാപ്പി. ഞാൻ പാക്കിംഗ് ഒക്കെ ചെയ്ത് അവർ പറഞ്ഞു നാളെ രാവിലെ വരാൻ പറ്റുകയാണെങ്കിൽ വരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ബ്യൂട്ടി പാർലറിലൊക്കെ പോയി മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് രാത്രി ആയപ്പോൾ അവർ പറഞ്ഞു വേറെ ഒരാളാണ് വെച്ച്. മേ ഐ നോ ദ റീസൺ. അപ്പോൾ അവർ പറഞ്ഞു നമ്മൾ കവർ ചെയ്യാൻ കൂടുതൽ നോക്കുമ്പോഴാണ് ആൾക്കാർ നമ്മളെ അറ്റാക്ക് ചെയ്യുക. നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ കുറച്ചുകൂടിയും ഒരു ഹമ്പിളാവും. നമ്മൾ വേണം വെച്ചിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ടാന്ന് പറയുമ്പോൾ ഞാൻ അവിടുത്തെ അസോസിയേറ്റ് ഡയറക്ടറിനോട് പറഞ്ഞു, ഇത് പേർപ്പസ്ലി എന്നെ കോൺഫിഡൻസ് കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ആസ് എൻ ആക്ടർ എനിക്കത് പറ്റൂല. ഞാൻ എല്ലാവരും വൈൻഡ് അപ്പ് ചെയ്തിട്ട് ഫുൾ വോട്ട് ഓഫ് താങ്ക്സ് കഴിഞ്ഞ് ഈ സെലിബ്രിറ്റീസ് നടന്നു പോയപ്പോഴാണ് യു ഡിഡ്ന്റ് ഗിവ് ദ ബൊക്കെ. ഞാൻ എന്ത് ബൊക്കെ, എനിക്കൊന്നും അറിയില്ല. ഫൈനൽ അവരൊക്കെ തിരിച്ച് വിളിക്കേണ്ടി വന്നു. അവർക്ക് ഞാൻ പേയ്മെൻറ്റ് കൊടുത്തിട്ട് എന്നിട്ട് വലിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഇനി എനിക്ക് തന്നില്ലെങ്കിൽ ഐ വിൽ ഗോ ഓൺ മീഡിയ. അവർ വെറുതെ പറയുക വിചാരിച്ചു. ഞാൻ ഒരിക്കലും ചെയ്യാത്ത പണിയാണ്. ഞാൻ എൻ്റെ റീലിട്ടു ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി എന്ന് പറഞ്ഞിട്ട്. പിന്നെ തിരിച്ചു വന്നതിൻ്റെ ശേഷമാണ് എനിക്ക് മനസ്സിലായത് അവർ ഫേക്ക് കമ്പനി. പിന്നെ അങ്ങോട്ട് പോയില്ല. ആ കമ്പനി ഇപ്പോഴും ഉണ്ടോ? ഇല്ല, അത് പൂട്ടിപ്പോയി. അല്ലെങ്കിൽ പൂട്ടിക്കുമായിരുന്നു. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ. നമസ്കാരം. അപ്പം ഒരു സിനിമ ഇറങ്ങി, സ്പാ. ആ സിനിമ അന്ന് കണ്ട ഉടൻ തന്നെ ഞാൻ നല്ല സിനിമയാണെന്ന് പറഞ്ഞ ഒരു താരമുണ്ട്, പൂജിത. നമസ്കാരം. ഞാൻ അന്ന് തന്നെ കണ്ട് പറഞ്ഞാണ്. ഞാനന്ന് സിനിമ കണ്ടാണ്. ആദ്യ ഷോയ്ക്ക് നമ്മൾ ഷെനൈസിൽ അന്ന് സിനിമ അല്ല എന്ന് പറഞ്ഞാണ്. അതിനുശേഷം ആ സിനിമയുടെ കൂടെയുള്ള ഒരു യാത്രയാണല്ലേ. കുറേ നാളുകളായി സിനിമയിലേക്ക് വന്നിട്ടൊന്ന് മാറി നിന്ന് വേറെ ഒരു റൂട്ടിലൊക്കെയാണ് യാത്ര ഇഷ്ടപ്പെടുന്ന ആള്. എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ ഇരിക്കുന്നതിന് മുമ്പ് തന്നെ ഈ കസേര ഇരുന്ന ആളാണ് ഏഷ്യാനെറ്റിലെ അവതാരികയായിട്ട് അല്ലേ. ഏത് വർഷമായിരുന്നു അത്? ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ്. ഏതാ വർഷം? 2006. അപ്പൊ തെറ്റിപ്പോ എനിക്ക് അതിനൊക്കെ ശേഷമാണ്. ഞാൻ നോക്കുമ്പോ ഞാൻ ഇപ്പൊ 10-20 വർഷമായി. അയ്യോ, ഞാൻ പിന്നെ അങ്ങനെ പറഞ്ഞു നോക്കിയതാ. അത്രയായിട്ടില്ല, ഇങ്ങനെ ഇരുന്നതാണ് അല്ലേ. അതെ. അത് കഴിഞ്ഞിട്ട് സീരിയലിലേക്ക് പോയി. ഇല്ല, അത് കഴിഞ്ഞിട്ട് സീരിയൽ ഇപ്പൊ ചെയ്തല്ലോ. കൊറോണ സമയത്ത് മാത്രമേ ചെയ്തുള്ളൂ. കൊറോണ സമയത്ത് അല്ലേ. മൂവി തന്നെയായിരുന്നു ആദ്യം ചെയ്തിട്ടുണ്ടായത്. ടെലിവിഷൻ പ്രോഗ്രാം ചെയ്തു ഏഷ്യാനെറ്റ് പ്ലസിൽ. പിന്നെ അത് കഴിഞ്ഞ് ഏഷ്യാനെറ്റ് പ്ലസിൽ സ്റ്റാർട്ട് ചെയ്തേ. അത് കഴിഞ്ഞിട്ട് മൂവി ചെയ്തു. നിക്കോ നാച്ചോ ഫസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് മൂവീസ് ചെയ്തു. പ്രോഗ്രാം ഓൾവേസ് സൈഡ് ബൈ സൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് റിലീസായ മൂവി ഓർമ്മകളിൽ. പക്ഷെ ചെയ്ത മൂവി സ്പ്രിംഗ് ആണ്. അതിന് റിലീസ് ആവാൻ പോണേ ഉള്ളൂ. സിനിമയിൽ നിന്നും അത്ര അങ്ങോട്ട് നിൽക്കുന്നില്ലായിരുന്നു അല്ലേ. യാത്ര കാരണമല്ല, സിനിമ ഇല്ലാത്തോണ്ടായിരുന്നു. നമുക്ക് കുറെ മൂവീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സിനിമയിൽ അതിൻ്റെതായിട്ടുള്ളൊരു സമയമുണ്ട് ദാസാന്ന് പറയില്ലേ, അതുപോലെയാ. സോ കുറെ മൂവീസ് ചെയ്തു. ഹിറ്റായിട്ടുള്ള മൂവീസ് ഉണ്ടായിരുന്നു. ക്യാരക്ടർ പെർഫോമൻസ് ചെയ്ത കുറെ മൂവീസ് ഉണ്ടായിരുന്നു. പടം വർക്കാവാത്ത പടം ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ദൈവം സഹായിച്ച് നല്ലൊരു പടം വീണ്ടും റിലീസ് ഒരു 2022 എൻ്റെ ലാസ്റ്റ് റിലീസ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് റിലീസ്. ഒരു മൂവി ഷൂട്ടിങ് 3 4 5 3 years.
3 വർഷമായി. അതെ 3 വർഷമായി. അതെ. ഈ സിനിമയിൽ നമ്മൾ മാറി നിൽക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ സിനിമ വരാത്തതുകൊണ്ടാണ് പിന്നീട് സിനിമയിലേക്ക് വരുമ്പോൾ ഒരു മടുപ്പുണ്ടാകാറുണ്ടോ? ഇല്ല, ആക്ച്വലി ഇപ്പോൾ നമ്മൾ ഈ മാറി നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ലൈക്ക് ഒന്നും ചെയ്യാതിരിക്കുന്ന സമയമല്ല. നമുക്ക് നമുക്ക് മൈൻഡിന് തൃപ്തി വരുന്ന ഒരു ക്യാരക്ടർ ചെയ്യുക എന്ന് പറയില്ലേ. കാരണം ഞാൻ മുന്നേയൊക്കെ ആദ്യകാലങ്ങളിൽ മാക്സിമം നമ്മളൊരു സിനിമ ചെയ്യണം എന്നായിരുന്നു എൻ്റെ മൈൻഡിൽ. ഓക്കെ, ഞാൻ കൂടുതലും സബ്ജക്റ്റ് അത്ര സിനിമ വരുന്നു, ഓക്കെ സിനിമ ചെയ്യാമെന്നായിരുന്നു. പക്ഷെ കുറച്ച് കാലമായിട്ട് എനിക്ക് അത് വേണ്ടായിരുന്നു. എനിക്കിനി ചെയ്യുകയാണെങ്കിൽ നല്ലതേ ചെയ്യുള്ളൂ എന്നൊരു മൈൻഡിൽ തീരുമാനമുണ്ടായിരുന്നു. അത് എത്ര കാലമായാലും ഇനി വന്നില്ലെങ്കിലും കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലായിരുന്നു എൻ്റെ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഷൈൻ സാറിൻ്റെ ഈ പ്രോജക്റ്റ് വന്നപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഷൈൻ സാർ. ഞാൻ ഷൈൻ സാറിന് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് അയക്കും. ഞാൻ ആക്ഷൻ ഹീറോ പിക്ചർ 2 മുതൽ സാർ എനിക്കൊരു ഓഡിഷൻ ഉണ്ടെങ്കിൽ തരണേ, എനിക്കൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ പറയണേന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ സാറിന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ മെസ്സേജ് അയക്കും. ഈ ക്യാരക്ടർ ഈ വട്ടം സാർ ഓർത്തിട്ട് അപ്പം എന്നെ വിളിച്ചു. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയായി. അല്ല, ഈ സിനിമയും നല്ലതാണ്. സിനിമ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ സിനിമയിലെ എല്ലാ ക്യാരക്ടറും നന്നായിട്ടുണ്ട്. അതെ അതെ അതെ, ഇപ്പോഴും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇത്രയും ലോങ് ഒരു യാത്ര ഈ സിനിമയ്ക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മാത്രമല്ല ഇതിൽ എനിക്ക് ഏറ്റവും സന്തോഷമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു വട്ടം സിനിമ കണ്ട ആൾക്കാർ പിന്നെയും കാണാൻ വരുന്നുണ്ട്. ആൻഡ് രണ്ടാമത് കാണുമ്പോൾ അവർക്ക് കൂടുതൽ ചിരിയും വരുന്നുണ്ട്. കാരണം ആദ്യത്തെ വട്ടം ക്യാരക്ടേഴ്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ആയി കഴിയുമ്പോൾ രണ്ടാമത്തെ വട്ടം കാണുമ്പോഴാണ് ഹ്യൂമർ കുറേയും കൂടെ ഇരുന്ന് ചിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫ് ഒക്കെ നമ്മൾ ചിരിച്ച് നമ്മള് ദിനേഷിനെ കണ്ടതിനെ ചിരിച്ച് പോയല്ലോ. എല്ലാവരും അതിന്റെ മിടുക്ക് കാണിച്ചിട്ടുണ്ട്. ഒരു സിനിമ ഇപ്പം കൊച്ചിയിൽ വന്നു. കൊച്ചിയിൽ താമസമുണ്ട്, ദുബായിലാണ് കൂടുതൽ. ദുബായ് കൊച്ചിയിൽ നിന്നാണ്. കൊച്ചിയിൽ നിൽക്കാതെ വരുമ്പോൾ സിനിമകൾ കുറയാനുള്ള സാധ്യത പൊതുവെ ഉണ്ട്. മൊത്തത്തിൽ പറയുന്നത് എങ്ങനെയാണ്? അങ്ങനെ വീണ്ടും ദുബായിലേക്ക് പോകുമ്പോൾ സിനിമകളിൽ നിന്നും അകന്നു പോകാനുള്ള സാധ്യത. സത്യം പറഞ്ഞാൽ എനിക്ക് ദുബായിൽ പോയ പിന്നെയാണ് ഇവിടെ സിനിമ വന്നത്. നമ്മളിവിടെ കാണാത്ത ഇവിടെ ഉള്ള സമയത്ത് എനിക്കൊരു വർക്ക് ഉണ്ടായിരുന്നില്ല. അവിടെ പോയപ്പോൾ ശരി കോള് വന്നു, അങ്ങനെ പറയില്ലേ. അപ്പം ഞാൻ അവിടെ പോയിട്ട് ഇപ്പോൾ 1.5 വർഷമായിട്ടുള്ളൂ. പക്ഷെ ആ 1.5 വർഷത്തിൽ ഞാൻ 3 പടം ചെയ്തു. ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ 3 വർഷം ഒരു പടം ചെയ്തിട്ടില്ല, മനസ്സിലായോ? അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ ദുബായിൽ പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുറേയും കൂടെ ബെറ്റർ ആയിരുന്നു. ഇനി റിലീസ് ചെയ്യാൻ ഒരു മൂവി ഉണ്ട്, ഒരു OTT റിലീസ് ഉണ്ട്, പിന്നെ സ്പ്രിങ് വരണ്ട, പിന്നെ 3 പടമുണ്ട്. അത് ദുബായ് പോയി കഴിഞ്ഞിട്ടാണ് എനിക്ക് അങ്ങനെ ഉണ്ടായത്. ഇവിടെ ഇരുന്നപ്പോൾ കിട്ടുന്നില്ല പറഞ്ഞാൽ മൂവി നമുക്ക് തൃപ്തി, എന്താ പറയുക, മൂവി കുറേ ഉണ്ട് പക്ഷെ നമുക്കും കൂടെ നമുക്ക് പറ്റുന്നില്ല എന്നല്ല, നമുക്ക് പറ്റിയതല്ല. കഥകൾ കേട്ടിരുന്നു, അതൊക്കെ കഥകൾ കേൾക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് പറ്റിയതല്ല. കുറേ കഥയൊന്നും കേട്ടിട്ടില്ല കേട്ടോ. ലൈക്കിനോ കേട്ടു അങ്ങനെ പറയാം. പക്ഷെ നമുക്ക് ലൈക്കിനോ പിന്നെ നമുക്ക് ഇപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത സമയത്ത് ഐ ഡോണ്ട് വോണ്ട് ടു ബി ഡെസ്പെറേറ്റ്. നമ്മളെന്താ മിക്കപ്പോഴും പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുമ്പോൾ കുറച്ച് കാലം വർക്ക് വന്നിട്ടില്ലെങ്കിൽ നമുക്ക് എങ്ങനെയും ഡെസ്പെറേറ്റ് ആവും. കാരണം നമ്മൾ വഴിയിൽ ഇറങ്ങുമ്പോൾ ഇപ്പം പണിയൊന്നും ഇല്ലേ, അതാണ് ആൾക്കാർ ചോദിക്കുക. അവർക്കൊരു പണിയില്ല അത് ചോദിക്കാനായിട്ട് ഞാൻ ചിന്തിക്കും, മനസ്സിലായോ? ഒരു പണിയില്ല. അവരൊക്കെ ഇപ്പോൾ അവരൊരു ആക്ടറിനെ കാണുമ്പോൾ ഈ ആക്ടേഴ്സിനെ കാണുമ്പോൾ അവർ വിചാരിക്കും ഇവർക്ക് മനസ്സും ഇല്ല, അങ്ങനെയൊന്നും ഇല്ല രീതിയിലാണ് ചോദിക്കുക. ഇപ്പം പണിയൊന്നുമില്ല, എവിടെയും കാണാറില്ലല്ലോ. അപ്പോൾ കണ്ണ് തുറന്ന് നോക്കി കാണും. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ലൈവായിട്ടിരിക്കുന്ന ആൾക്കാരല്ല, അതൊന്നും അവർ നോക്കൂല. അതെ. അപ്പം നമ്മൾ ആൾക്കാരെ ചോദിക്കുമ്പോൾ ആ ചോദ്യം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഡെസ്പറേറ്റ് ആയിട്ട് പടങ്ങൾ എങ്ങനെയെങ്കിലും എടുത്താൽ മതി എന്നൊരു ഇതാണ്. അപ്പം നമ്മൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാണ്. ലൈക്ക് ഓക്കെ ഫൈൻ, വരുമ്പോൾ വരട്ടെ. നമ്മൾ മെൻ്റലി ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ യു ആർ റെഡി ടു വെയിറ്റ്. അപ്പോൾ ആ ഒരു ഫേസിലായിരുന്നു ഞാൻ. വീട്ടിൽ നിന്നും അത്ര സപ്പോർട്ട് ഇല്ലായിരുന്നു സിനിമയിലേക്ക് ആദ്യമേ. അത് നമ്മളൊന്ന് പുറകോട്ട് വലിച്ചോ? ഇല്ല. കാരണം എന്താ സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പത്തിലേ തൊട്ടിട്ട് എനിക്ക് മീഡിയ തന്നെയായിരുന്നു താല്പര്യം. ഞാൻ എപ്പോഴും എന്നെ തന്നെ പോസ്റ്റേഴ്സിൽ ഡ്രീം ചെയ്യുമായിരുന്നു. എനിക്ക് രണ്ട് കാര്യങ്ങൾ താല്പര്യമുണ്ടല്ലോ, മീഡിയ അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ്. അപ്പോൾ ഡിസൈനിങ് എനിക്ക് താല്പര്യമുള്ളതുകൊണ്ട് ഞാൻ ബുട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മീഡിയ എനിക്ക് ഒരിക്കലും ഒഴിവാക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ വീട്ടിൽ തന്നെ ഇപ്പോൾ ആദ്യമൊക്കെ എന്തെങ്കിലും ചെയ്യട്ടെ എന്നുള്ള അവസ്ഥയിലെത്തുള്ളൂ ആദ്യം. അപ്പോൾ ആദ്യം എനിക്ക് സപ്പോർട്ട് ഇല്ലായിരുന്നു. ആദ്യം അത്ര അപ്രീസിയേഷനോ മോട്ടിവേഷനോ ഇല്ലായിരുന്നോ എങ്കിൽ പോലും ഞാൻ ഭയങ്കര ഷുവർ ആയിരുന്നു എനിക്കിത് തന്നെയാണ് ഇഷ്ടം, ഞാൻ ഇതേ ചെയ്യൂ, കാരണം എനിക്കിതേ അറിയൂ. മനസ്സിലായി, ഇത് വലുതായിട്ട് അറിയുന്നല്ല പറയുന്നത്. പക്ഷേ ഞാൻ ജോലിക്ക് ഡെയിലി മോർണിംഗ് 9 to 5 ജോബ് എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമുള്ള പണിയല്ല, അതെന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല. അപ്പോൾ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞപ്പോൾ പക്ഷേ ലെസ് ദാൻ 1 year ഇന്ന് എൻ്റെ ഫാമിലിയാണ് എനിക്ക് വേണ്ടി ഏറ്റവും പ്രൗഡ്. സോ നമ്മൾ ആദ്യം നമ്മളുടെ ഒരു വർക്ക് ആക്സെപ്റ്റ് ആക്കുന്ന രീതി, നമ്മളെ തന്നെ കംപ്ലീറ്റ്ലി ആക്സെപ്റ്റ് ചെയ്യുന്ന വരെ ചിലപ്പോൾ ആൾക്കാർ നമ്മുടെ അഗെയിൻസ്റ്റ് ഉണ്ടാവും. അത് ആരുടെ തന്നെയായാലും നമ്മൾ ഷുവറാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് വേണ്ടിയിട്ട് അവർ വരും. അത് ഉറപ്പാണ്. 100%. ഈ മീഡിയയിലോട് താല്പര്യം പിന്നീട് മീഡിയയിൽ നിന്ന് അകന്നു, അല്ല മീഡിയ വേണ്ട സിനിമയിലേക്ക് വന്നു, വീണ്ടും മീഡിയയിലേക്ക് വരാൻ താല്പര്യമുണ്ടോ?
ഉണ്ട്. മീഡിയ ആണ് എൻ്റെ താല്പര്യം. അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ സിനിമ ഇല്ലെങ്കിലും മീഡിയ ആണ് താല്പര്യം. ഇപ്പോൾ സിനിമ നാളെ നമുക്ക് മീഡിയ എല്ലാ ആൾക്കാർക്കും ഒരു അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട് ലൈഫിൽ. എസ്പെഷ്യലി ഒരു കരിയർ ഒരു ആക്ടറിൻ്റെ കരിയർ ഗ്രാഫിൽ എല്ലാവർക്കും അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. അപ്പോൾ എനിക്ക് ഇല്ലാത്ത സമയത്ത് ഞാൻ വിചാരിച്ചു എൻ്റെ ഡൗൺ ആണ്. പക്ഷെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് എല്ലാ ആൾക്കാർക്കും എന്തെങ്കിലും ഒരു ഡേ ഉണ്ടല്ലോ, ആ ഡേ എത്തും എന്നുള്ളൊരു വിശ്വാസം അതെനിക്ക് ഉണ്ടായിരുന്നു. അതിനി അമ്മൂമ്മറോളാണെങ്കിലും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ റെഡി ആയിരുന്നു വെയിറ്റ് ചെയ്യാനായിട്ട്. അത് ഇത്ര മീഡിയയിൽ ബന്ധങ്ങളുണ്ടായിരുന്നു, ഏഷ്യാനെറ്റിലൂടെ വരുന്നു, അങ്ങനെയൊക്കെ ഉള്ള ഒരാൾ സിനിമയിൽ വന്നു, പിന്നെ സിനിമയിൽ നിന്ന് മാറിയിരിക്കുന്നു. ആ സമയത്തൊന്നും നമുക്ക് വേണ്ടത്ര സപ്പോർട്ട് നമ്മളാൽ വന്ന മീഡിയാസാണ്, മീഡിയയിൽ വന്നു. അങ്ങനെ മീഡിയാസ് നമുക്ക് തന്നിട്ടുണ്ടോ? ഞാൻ പലതവണയും ഞാൻ വിചാരിച്ചിട്ടുണ്ട്, നമുക്കറിയാവുന്ന നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ്, നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ അറ്റ്ലീസ്റ്റ് അവർ അറിയാം. നമ്മളൊക്കെ എല്ലാവരും ഓപ്പർച്യൂണിറ്റി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാവരും, അല്ലേ? ഇപ്പോൾ ഞാനിപ്പോൾ സിനിമ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ മൂവി റൺ ചെയ്യുന്നുണ്ട്, എന്നാലും ഇപ്പോഴും ഞാൻ ഓപ്പർച്യൂണിറ്റി നോക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത്രയും നമ്മൾ എല്ലാവരും ഓപ്പർച്യൂണിറ്റി നോക്കുന്ന സമയത്ത് നമ്മുടെ സ്വന്തം ഫ്രണ്ട്സ്, നമ്മൾ വിചാരിക്കുന്നു നമ്മുടെ ഫ്രണ്ട്സാണെന്ന് വിചാരിക്കുന്ന ആൾക്കാർ അറ്റ്ലീസ്റ്റ് ഒരു ഓഡീഷനെങ്കിലും വിളിച്ചുകൂടെ എന്ന് ചിലപ്പോൾ ചിന്തിക്കും. അതെന്ത് ഇവർക്ക് മനസ്സിലാവാത്തേ? ഇവരെന്താ കണ്ണുപൊട്ടന്മാരാണോ? നമ്മളോട് കഷ്ടപ്പെടുന്ന കാണുന്നില്ലേ? ഇതൊക്കെ നമ്മുടെ മൈൻഡിൽ കുറേ ചിന്ത വരും. പിന്നെ എനിക്ക് ഷൈൻ സാറിൻ്റെ ഈ പ്രോജക്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സ്ഥലത്തിനായിരിക്കും ആണ് നമുക്ക് ഒരു വഴിതിരിവുണ്ടാവുക. നമുക്കൊരു വിശ്വാസം ഉണ്ടാവണം. അതാണ് എനിക്ക് മനസ്സിലായത്. ഏഷ്യാനെറ്റ് ഇരിക്കുന്ന സമയത്ത് ഒത്തിരി ആൾക്കാരുടെ ബന്ധങ്ങളുണ്ടായിരുന്നു അല്ലേ? ഒരു ആങ്കർ എന്ന നിലയിൽ എനിക്ക് അങ്ങനെ തന്നെ ബന്ധങ്ങൾ. ആങ്കർ എന്ന നിലയിൽ ഒത്തിരി ആളുകൾ സിനിമാ മേഖലയിൽ നിന്നുള്ള എല്ലാ മേഖലയിൽ നിന്നുള്ള ആളുകളുമായിട്ട് ബന്ധങ്ങളുണ്ട്. പിന്നീട് ഇവരൊന്നും നമ്മളെ സഹായിക്കാതെ വരുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളിൽ ഇവരൊന്നും കൂട്ടിക്കാൻ സങ്കടം വന്നിട്ടില്ലേ? ഇല്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏഷ്യാനെറ്റ് ആയിക്കോട്ടെ, ഞാൻ ചെയ്യുന്ന മറ്റ് ചാനൽസ് ആയിക്കോട്ടെ, എനിക്ക് പറ്റിയ പ്രോഗ്രാംസിന് അവരെന്നെ വിളിക്കാറുണ്ട്. ഞാൻ എപ്പോഴും ആഗ്രഹിക്കാറുണ്ട്, എനിക്കൊരു റിയാലിറ്റി ഷോ ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. കാരണം എനിക്ക് പഠിക്കാൻ ഞാൻ വലിയ ഗുഡ് അല്ലാത്തതുകൊണ്ട് പഠിച്ച ഒരു പ്രോഗ്രാം ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന കാര്യമല്ല. പക്ഷേ ആൾക്കാരായിട്ട് ഇൻട്രാക്ടിങ് ഓർ ലൈക്ക് ഫൺ റിലേറ്റഡ്, ആൾക്കാർക്ക് പണി കൊടുക്കുക, അങ്ങനത്തെ ഒക്കെ സംഭവമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോഗ്രാം കിട്ടിയിരുന്നെങ്കിലോ എന്ത് നന്നായിരുന്നെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ചിലപ്പോൾ പക്ഷെ അവർക്കും അവരുടെ മൈൻഡിൽ നമ്മളല്ലായിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് പറയാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വരുമ്പോൾ പറയാമെന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളുടെ ഭാഗ്യം പോലെ ഇരിക്കും. വിഷമം എന്ന് പറഞ്ഞാൽ മനസ്സിൽ വിചാരിക്കും, പക്ഷെ നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മുടെ വിഷമം പറയുമ്പോൾ അവരുടെ മുന്നിൽ നമ്മൾ ഡൗൺ ആവുകയാണ്. അതെനിക്ക് താല്പര്യമില്ല. ഞാൻ എപ്പോഴും അങ്ങനെയാണ് എനിക്ക് മോർ ദൻ പവർ ആണെന്ന് കാണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ബ്രേക്ക് ചെയ്യാൻ നമ്മൾ സമ്മതിക്കാൻ പാടില്ല. നമ്മളുടെ ചില സമയം നമ്മൾ ഏറ്റവും വീക്കായിട്ടുള്ള മൊമെൻ്റ് ആയിരിക്കും, പക്ഷെ ചില സമയത്ത് ഈ വീക്ക്നെസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് സപ്പോർട്ട് കിട്ടണം എന്നൊരു നിർബന്ധമില്ല. ചിലപ്പോൾ ആൾക്കാർ ഒരു പക്ഷേ അത് സിമ്പത്തി കാണിച്ചിട്ട് അത് എക്സ്പ്ലോയിറ്റേഷനിലേക്ക് ആവാം, ഓർ സിമ്പത്തി കാണിച്ചിട്ട് ഒരു കുന്തവും കിട്ടാണ്ടേ ആവാം. സിമ്പത്തി കാണിച്ചിട്ട് നമ്മുടെ ആഗ്രഹം കുറേ ഉണ്ടായിട്ട് നടക്കാതെ ആയിരിക്കാം. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ എൻ്റെ വിഷമങ്ങൾ വരുന്ന സമയത്ത് ഞാൻ അങ്ങനെ ആരോടും എനിക്ക് താല്പര്യമില്ല പറയാൻ. ഡിപ്രഷൻ ആയിട്ടുണ്ടല്ലോ? ഡിപ്രഷൻ വർക്കില്ലാത്തോണ്ടാ? അതില്ല. പിന്നെ എങ്ങനെ ഡിപ്രഷൻ? അതായത് വർക്കില്ലാത്ത സമയത്ത് ഡിപ്രഷൻ ആയിട്ടില്ല. കാരണം വർക്കിൽ എൻ്റെ ഇരുന്നിട്ടേ ഇല്ല. ഇപ്പം മൂവി മാത്രമല്ലല്ലോ വർക്ക്. ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് എൻ്റെ ബുട്ടീക്ക് ഉണ്ടായിരുന്നു, 5 years അത് റൺ ചെയ്തു. പിന്നെ എനിക്ക് അതും മീഡിയം സമയമില്ലാത്തതുകൊണ്ടാണ് അത് ഞാൻ കൊടുത്തത്. ഞാൻ ആങ്കറിങ് എപ്പോഴും സജീവമായിരുന്നു. പിന്നെ ബ്രാൻഡ് കൊളാബറേഷൻസ്, പിന്നെ എനിക്ക് സെറ്റ് ഓഫ് ഗുഡ് ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ എന്നും നമ്മൾ റിയാലിറ്റി ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ചില സമയത്ത് ഇത് എത്ര കാലം ഇനി വെയിറ്റ് ചെയ്യണം എന്നുള്ളൊരു തോട്ടൊക്കെ ഡെഫിനറ്റ്ലി സ്വാഭാവികമായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അതൊരു ഡിപ്രഷനിലേക്ക് വന്നിട്ടില്ല. കാരണം എൻ്റെ കാര്യങ്ങളൊക്കെ ദൈവം സഹായിച്ച് ഞാൻ ഹാപ്പി ആയിട്ട് എൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് വിഷമമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കൊളാബ് പറഞ്ഞാൽ എത്ര ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ട് ട്രാവലിനോടാണ് ഏറ്റവും താല്പര്യം. നമുക്കൊരു ഇമോഷണൽ ഫ്രീഡം, എന്താ പറയുക, നമ്മൾ ഇവിടെ നമ്മളുടെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു നമ്മളുടെ സറൗണ്ടിങ്ങിൽ നിൽക്കുന്ന സമയത്ത് എല്ലാവർക്കും ടെൻഷനുണ്ട്, എല്ലാവർക്കും വിഷമമുണ്ട്. ചില സമയത്ത് നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതം മാത്രമല്ല കുഴഞ്ഞാട്ട എന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്, ഓക്കെ. പക്ഷെ അതല്ലാണ്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ലിബറേറ്റഡ് ഫീലിംഗ് ആണ്. കാരണം നോബഡി ഈസ് ദെയർ ടു ജഡ്ജ് യു. നമുക്ക് കംഫർട്ടബിളി എണീക്കുക, യു ഹാവ് ദ ഫുഡ് യു ലൈക്ക്, ഓരോ ട്രാവലിലേക്ക് ഓരോ ഫോട്ടോസൊക്കെ ഇടുക. നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് വേണ്ട രീതിയിൽ ചെയ്യേണ്ട സമയത്ത് അത് നമ്മളെ ലിബറേറ്റഡ് ആക്കുകയാണ്. പിന്നെ കുറേ ആൾക്കാരെ മീറ്റ് ചെയ്യുമ്പോൾ ഓരോ ആൾക്കാരുടെ എക്സ്പീരിയൻസസ് കേൾക്കുന്ന സമയത്ത്
അത് ഭയങ്കര നല്ലൊരു ഫീലാണ്. സോ ഞാൻ എപ്പോഴും എനിക്ക് പറ്റുന്ന സമയത്തൊക്കെ ട്രാവൽ, ഞാൻ ഇന്നലെ പോലും ആലപ്പിയിലെ വേദിക് വില്ലേജിൽ പോയിട്ട് ഞാൻ വന്നു. അപ്പോൾ പിന്നെ ഇറ്റ് വാസ് ലൈക്ക് നൈസ്. ട്രാവലിലുണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്യുകയാണെങ്കിൽ എങ്ങനെ ട്രാവൽ നമുക്കുണ്ടായ അനുഭവങ്ങൾ, പല അനുഭവം ഉണ്ടാവും ട്രാവലിൽ. അതായത് ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഞാൻ മറ്റൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഹൈറ്റ്സിനോട് ഭയങ്കര പേടിയാണ്. ഞാൻ ടെറസിന് താഴെ നോക്കി എനിക്ക് തല കറങ്ങുന്ന ടൈപ്പ് ഓഫ് ഒരാളായിരുന്നു പണ്ട് ഞാൻ. ഇപ്പോൾ ട്രാവൽ ചെയ്ത സമയത്ത് ആ പേടി മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റേ ഇത് ചെയ്തായിരുന്നു, എന്താ ദുബായിൽ പോയിട്ട് മറ്റേ ഫ്ലൈറ്റിനടുത്ത് ചാടില്ലേ, എൻ്റെ പേര് എനിക്കിപ്പോൾ കിട്ടുന്നില്ല. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ പേടി മാറി, മറ്റേ ഹൈറ്റിനോടുള്ള പേടി മാറി, മനസ്സിലായോ? അപ്പോൾ അതുപോലെ എനിക്ക് പിന്നെ അതേപോലെ നമുക്ക് ഇപ്പോൾ കുറേ വാട്ടർ സ്പോർട്സ് ചെയ്യാൻ കിട്ടുക. ഞാൻ സ്കൂബ ഡൈവിങ് ചെയ്ത സമയത്ത് നമ്മൾ വെള്ളത്തിൻ്റെ ഓഷൻ്റെ ഉള്ളിൽ പോകുന്ന സമയത്ത് നമുക്ക് വേറെ ഒന്നും തോട്ടിലേ വരില്ല. അത് ഭയങ്കര ഒരു മെഡിറ്റേറ്റീവ് ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ്. അപ്പം അങ്ങനെയൊക്കെ അനുഭവിക്കാൻ കിട്ടുന്ന സമയത്ത് ഞാൻ അത് എന്താ പറയുക, സ്കൈ ഡൈവിങ്, എനിക്ക് പെട്ടെന്ന് പേര് കിട്ടിയില്ല. ഒറ്റയ്ക്കുള്ള യാത്രയാണ് ഇഷ്ടം? ഞാൻ ഒറ്റയ്ക്ക് ഇതുവരെ പോയിട്ടില്ല. ഞാൻ ആ കൂടി വർക്ക് ഈവൻസിന് പോണ സമയത്ത് ഒറ്റയ്ക്കാണല്ലോ പോവാം. അവിടെ കഴിഞ്ഞാൽ ഒരു ദിവസം എക്സ്ട്രാ നിൽക്കും, എന്നിട്ട് ഞാൻ അവിടെ സ്ഥലങ്ങളൊക്കെ പോയി കാണും. അല്ലാണ്ട് ഒറ്റയ്ക്ക് എന്നും എനിക്ക് എല്ലാവരും പറയും സോളോ ട്രാവൽ സൂപ്പറാണ്, പക്ഷേ ഇതുവരെ സോളോ ട്രാവലായിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ഇപ്പോൾ എത്ര സ്ഥലങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്? അത്രയധികം സ്ഥലങ്ങളൊന്നും പോയിട്ടില്ല, പക്ഷേ നമ്മളുടെ GCC കൺട്രീസ് എല്ലാം, പിന്നെ മലേഷ്യ, ആഫ്രിക്ക, പിന്നെ വിയറ്റ്നാം, തായ്ലൻഡ്, മലേഷ്യ, സിംഗപ്പൂർ, അങ്ങനെ. ഞാനിപ്പോൾ ഇതുവരെ സ്നോ ഉള്ള സ്ഥലം പോലും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് സ്നോ ഉള്ള സ്ഥലം പോകണമെന്ന്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഈ സ്പാ ഒക്കെ പടം ഇറങ്ങി വേൾഡ് വൈഡ് റിലീസ് ആയിട്ട് UK, US എല്ലായിടത്തും അവർ വിളിക്കട്ടെ, നമ്മൾ സെലിബ്രിറ്റി ഗസ്റ്റ് ആയിട്ട്. അതാണ് എൻ്റെ മെയിൻ എയിം. അതെ, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടല്ലേ? പിന്നെ എല്ലാവർക്കും ഇല്ലേ? എനിക്ക് പ്രതീക്ഷയോടുകൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ. എനിക്ക് പ്രതീക്ഷയിൽ ഒരു കുറവില്ല. ഞാൻ സ്വപ്നം കാണാൻ ഞാൻ നല്ലോണം സ്വപ്നം കാണും, നടന്നില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് സ്വപ്നം കാണാൻ ഇല്ല. എനിക്ക് ഇഷ്ടം സ്വപ്നം. നമുക്കൊരു വീഴ്ച സംഭവിച്ചാൽ നമ്മൾ ആശ്വസിപ്പിക്കാൻ ആരാണോ? എൻ്റെ അനിയത്തി, വിതൗട്ട് എനി ഡൗട്ട്. അത് പിന്നെ എനിക്ക് എൻ്റെ തെറപ്പിസ്റ്റ് ഉണ്ട്. ഞാനിപ്പോൾ എൻ്റെ അനിയത്തിയാണ് ഞാൻ എല്ലാം ഷെയർ ചെയ്യുന്ന ഒരാൾ. പിന്നെ അതേപോലെ ചില സമയത്ത് നമുക്ക് എന്താണ് നമ്മളെ തന്നെ മനസ്സിലാവാത്ത സമയം, നമ്മൾ ഒറ്റപ്പെടുന്ന കുറേ സമയങ്ങളുണ്ട്. ആ സമയങ്ങളിലൊക്കെ നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കൂടുതൽ ട്രെയിൻ ചെയ്യും അവരില്ലെങ്കിൽ, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ എനിക്ക് എൻ്റെ പ്രൊഫഷണൽ തെറപ്പിസ്റ്റ്സ് ഉണ്ട്. പിന്നെ അവരുടെ അടുത്ത് പോയിട്ട് ഞാൻ കോച്ചിങ് ചെയ്യും. പിന്നെ നമ്മുടെ സെൽഫ് കെയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് യു വിൽ കം ഔട്ട് ഓഫ് ഇറ്റ്. അങ്ങനെയാണ് ഞാനിപ്പോൾ എന്താ പറയുക, ഇന്നിപ്പോൾ എനിക്ക് ഭഗവാനെ കുറേ കാലമായിട്ട് അങ്ങനത്തെ ഒരു സ്പേസ് ഉണ്ടായിട്ട്, ഇപ്പോൾ കുറേ കാലമായിട്ട് ഇവരൊക്കെ ഉള്ള സപ്പോർട്ടും ഞാൻ റെഗുലർലി എൻ്റേതായിട്ടുള്ള സെൽഫ് കെയർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, ജേർണലിങ് ചെയ്യുന്നു, എൻ്റെ വർക്കൗട്ട് ചെയ്യുന്നു, എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഡിപ്പിലേക്ക് നമ്മൾ പോയിട്ടില്ല വേർ ഐ കനോട്ട് കം ഔട്ട്. അപ്പോൾ ഇന്നൊരു ഡൗൺ മനസ്സിൽ വിഷമം പെട്ടെന്ന് ഐ ആം കുറച്ച് നേരത്തിനുള്ള വിൽ ബി ഫൈൻ. അനുജത്യമായിട്ടാണ് എല്ലാം ഷെയർ ചെയ്യുന്നത്. നമുക്ക് ഇപ്പൊ പറയുന്ന നമുക്ക് വിഷമം ഉണ്ടായാലും അനുജത്തോടും, സന്തോഷം ഉണ്ടായാലും അനുജത്തിടും. അനുജത്തി ആരോടാ പറയുക? എന്നോട്. അവൾ എന്നോടും വരും. അവളൊരു പ്രൊഫഷണലാണ്, അവളൊരു വെൽനസ് കോച്ചാണ്. അവൾക്കും അതിൻ്റെതായിട്ടുള്ള രീതികളൊക്കെ ഉണ്ട്. അവൾക്കും ഒരു തെറപ്പിസ്റ്റ് ഉണ്ട് വെൻ ഷീ നീഡ്സ്. പക്ഷെ നമ്മൾ പരസ്പരം എല്ലാം ഷെയർ ചെയ്യും. അങ്ങനെ അമ്മയോട് അങ്ങനെ അമ്മയോട് സെലക്റ്റീവായിട്ടേ പറയുള്ളൂ. കാരണം അമ്മയ്ക്ക് നമ്മളെക്കാട്ടും ടെൻഷൻ വരും. പിന്നെ ചോദിച്ചുകൊണ്ടിരിക്കുക എന്തായി മോളെ. അത് കേൾക്കുമ്പോൾ നമ്മൾ മറക്കാൻ ചിന്തിച്ചാലും മറക്കാൻ പറ്റില്ല. അപ്പം പക്ഷെ ഞാൻ എൻ്റെ അമ്മയോടും അച്ഛനോടും ബേസിക്കായിട്ട് എല്ലാ കാര്യങ്ങളും പറയും. പക്ഷെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ അനിയത്തിയോടെ പറയുന്നത്. പല ചില സിനിമകൾ നമുക്ക് കഥ കേട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടു, അതിൽ നിന്ന് പിന്നെ മാറ്റി നിർത്തിയോ, അങ്ങനെ എന്തെങ്കിലും അനുഭവം? പിന്നെ എന്തായാലും ഉണ്ടാവില്ലേ? എനിക്കും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഓക്കെ ചെയ്യാൻ പറ്റും ഓർ കൺഫേം നമ്മുടെ മൈൻഡിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ മാറി കഴിയുമ്പോൾ നമ്മൾ അറിയും. അപ്പോൾ പിന്നെ ഫീൽ ബാഡ്, എനിക്കും ഫീൽ ബാഡ്. അതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ചിട്ട് ഇപ്പോൾ വലിയ കാര്യങ്ങളല്ലോ, അല്ലെങ്കിൽ കേൾക്കാൻ പറ്റാവുന്ന ഫ്യൂ കാര്യങ്ങൾ തന്നെയല്ലേ ഉള്ളൂ. അങ്ങനെ എനിക്ക് മേ ബി സംബഡി ഈസ് ബെറ്റർ എന്ന് അവർക്ക് വിചാരിച്ചിട്ടുണ്ടാവും. അത് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും. അത് സിനിമയിലും മാത്രമല്ല, ഈവൻ ആങ്കറിങ്ങിലും. ഇതിപ്പോൾ കഴിഞ്ഞ ഒരാഴ്ച ഒരു ആഡ് ഷൂട്ട് ബോംബെയിൽ വന്നിട്ട് ഐ വാസ് വെരി ഹാപ്പി. ഞാൻ പാക്കിംഗ് ഒക്കെ ചെയ്ത് അവർ പറഞ്ഞു നാളെ രാവിലെ വരാൻ പറ്റുകയാണെങ്കിൽ വരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി ബ്യൂട്ടി പാർലറിലൊക്കെ പോയി മുടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് രാത്രി ആയപ്പോൾ അവർ പറഞ്ഞു വേറെ ഒരാളാണ് വെച്ചേ. ഞാൻ പറഞ്ഞു മേ ഐ നോ ദ റീസൺ. അപ്പോൾ അവർ പറഞ്ഞു അവർക്ക് അതായിരുന്നു വേണ്ടിയത്. നമുക്ക് ഫൈൻ. നമ്മളുടെ മീഡിയയിൽ മാത്രമല്ല, എല്ലാ ഇൻഡസ്ട്രിയിലും മീഡിയയിൽ എസ്പെഷ്യലി റീപ്ലേസ്മെൻറ്റ്സും ഓപ്ഷൻസും ഒരുപാടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്നും എക്സ്പെക്റ്റ് ചെയ്തില്ലെങ്കിൽ അത് നമുക്കിട്ട് നല്ല പണി ഇമോഷണലി തരും.
അപ്പം അത് ഇല്ല, ഓക്കെ ഫൈൻ, അടുത്ത ദിവസം അടുത്ത പ്ലാനിട്ട് ഞാൻ മുന്നോട്ട് പോയി. ഒരു പെൺകുട്ടി എന്ന നിലയിൽ സിനിമയിൽ മാറ്റി നിർത്തപ്പെടുമ്പോൾ പല റീസൺ ഉണ്ടാകും. എന്തെങ്കിലും ദുരനുഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ദൈവം സഹായിച്ചിട്ട് ഇല്ല. അപ്പം ഞാൻ മനസ്സിലായി, ഞാനിപ്പോൾ ഒരുപാട് പടങ്ങൾ ഞാൻ ചെയ്തിട്ടില്ല, പക്ഷേ എനിക്ക് ഐ ബീൻ വെരി ലക്കി ദാറ്റ് ഞാൻ ഇത്രയും എൻ്റെ നീക്കോനാച്ച എന്ന ആദ്യത്തെ മൂവി 2 ഈ സ്പാ എന്നിപ്പോൾ റിലീസായിട്ടുള്ള ഷൈൻ സാറിൻ്റെ സ്പാ വരെ ഐ ഹവ് ഓൾവേസ് ബീൻ വെരി ബ്ലെസ്ഡ് ദാറ്റ് ഐ ഹവ് ബീൻ റെസ്പെക്റ്റഡ്. നമുക്ക് പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ നമ്മളിപ്പോൾ പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും നമ്മൾ കൊടുക്കുന്ന വൈബിലേ അവർ ഇങ്ങോട്ട് റിപ്ലൈ ചെയ്യുള്ളൂ. ഓക്കെ, അത് കാരണം ഞാൻ ഐ ഹവ് ഓൾവേസ് ബീൻ വെരി ക്ലിയർ ദാറ്റ് ഞാൻ എന്നെ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് നല്ല ധാരണയുണ്ട്. അപ്പോൾ അതിപ്പോൾ വർക്ക് പോയാലും എനിക്ക് കുഴപ്പമില്ല, ആൻഡ് ഐ എം നോട്ട് വെരി ഡെസ്പറേറ്റ് ഫോർ മൈ വർക്ക്. അപ്പോൾ അത് കാരണം ആ ഒരു പേസിലാണ് ഞാൻ പോണേ. പിന്നെ ഡെഫിനറ്റ്ലി നമ്മളെ ഒരു ലേഡി ആണെങ്കിൽ, ഒരു ഗേൾ ആണെങ്കിൽ 100% ചുറ്റിനും ആൾക്കാരുണ്ടാവും. അത് നമ്മൾ മാനേജ് ചെയ്ത് പോയാൽ മതി. അതിനിപ്പോൾ മീഡിയ ആവണമെന്നില്ല, ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും അല്ലേ. അതെ, അത്ര തന്നെ ഉള്ളൂ. എവിടെയെങ്കിലും എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെ എതിർപ്പ്? ഇപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാ മേഖലയിലും പ്രശ്നങ്ങളുണ്ട്, അങ്ങനെ നേരിട്ട് എതിർക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ നമുക്ക് അൺകംഫർട്ടബിൾ രീതിയിലല്ല, അവരിപ്പോൾ ഇൻഡയറക്ട്ലി ഇട്ട് തരും. അപ്പം നമ്മൾ ഇൻഡയറക്ട്ലി മനസ്സിലാവില്ല എന്ന് മാതിരി നിൽക്കും. അപ്പോൾ അവർക്ക് അത്രയും ഉളുപ്പില്ലാണ്ട് ആവണം ഡയറക്റ്റ്ലി പറയണമെങ്കിൽ. അത്രയും ഉളുപ്പില്ലാത്ത ആരെയും ഞാൻ കണ്ടിട്ടില്ല. ആണോ? എനിക്ക് മനസ്സിലായോ? ചിലപ്പോൾ നമ്മൾ അപ്പോൾ പിന്നെ അവർക്ക് കൂടുതൽ അങ്ങോട്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ അതെ, ബുദ്ധിപരമായിട്ട് നീക്കമാണ്. അതെ. അപ്പോൾ നമ്മളെന്തിനാ ആരെയും വെറുപ്പിക്കാൻ പറ്റില്ല. ബിക്കോസ് എല്ലാവർക്കും ഒരു ധാരണ ഉണ്ടാവും ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിൽ ഒരാളൊരു പെർട്ടിക്കുലർ ടൈപ്പാന്നുള്ള കുറേ ആൾക്കാർക്ക് ഒരു പ്രീ ജഡ്ജ്ഡ് ഐഡിയ ഉണ്ടാവും അവരുടെ മൈൻഡിൽ. അപ്പോൾ അത് അവരുടെ ഐഡിയ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആ കൂടി ചെയ്യുന്നത് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ചില സമയത്ത് ലൈറ്റായിട്ട് ഒന്നും മനസ്സിലായില്ല പോലെ കുറച്ച് നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ അവർക്ക് പറയാൻ തോന്നില്ല. ഇനി പറഞ്ഞു കഴിഞ്ഞാൽ മുഖത്തരിച്ച് പോയി പണി നോക്കണമെന്ന് പറയും. അങ്ങനെ പറയേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആദ്യമൊക്കെ. സിനിമയിലാണോ മീഡിയയിലാണോ? നോട്ട് നെസസറി മീഡിയ, ജനറലി. അത് നമ്മളിപ്പോൾ മീഡിയയിൽ വരണമെന്നേ ഇല്ല, മനസ്സിലായോ? മീഡിയ എസ്പെഷ്യലി ഇന്ന് ഭയങ്കര സേഫാണ്. 100% അല്ലേ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് സെൽഫായിട്ട് ഇൻസ്റ്റാഗ്രാം ഇട്ടാൽ മതി, നാട്ടുകാർ മൊത്തം ഷെയർ ചെയ്തോളൂ. റീച്ചുള്ള അക്കൗണ്ട് ആണെങ്കിലും റീച്ച് ഇല്ലാത്ത അക്കൗണ്ട് ആണെങ്കിലും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മീഡിയ ആണ് ഇന്ന് ഏറ്റവും സേഫ്. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇപ്പോൾ എനിക്കൊരു പേയ്മെൻറ്റ് കിട്ടി, എനിക്കിപ്പോൾ ഓർമ്മ അല്ലെങ്കിൽ നമ്മളൊരു കൊളാബറേഷൻ മീൻസ് ഒരു വർക്കിൻ്റെ ആവശ്യത്തിന് അവർക്ക് ഞാൻ പേയ്മെൻറ്റ് കൊടുത്തിട്ട് എന്നിട്ട് വലിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ഇനി എനിക്ക് തന്നില്ലെങ്കിൽ ഐ വിൽ ഗോ ഓൺ മീഡിയ. അവർ വെറുതെ പറയുക വിചാരിച്ചു. ഞാൻ ഒരിക്കലും ചെയ്യാത്ത പണിയാണ്. ഞാൻ എൻ്റെ റീലിട്ടു, ഇങ്ങനെയൊരു സിറ്റുവേഷൻ ഉണ്ടായിന്ന് പറഞ്ഞിട്ട് വിതിൻ 1 hour ഐ ഗോട്ട് ദ പേയ്മെൻറ്റ്. ഞാൻ വീഡിയോ റിമൂവ് ചെയ്തു. സോ നമുക്ക് മീഡിയാസ് ഓൾവേസ് ദെയർ. നമ്മളുടെ മീഡിയ എല്ലാവരും പേടിക്കുന്ന ഒരു സ്ഥലം നമുക്ക് ഏറ്റവും വലിയ സപ്പോർട്ടാണ്. വി ആർ ലൈക്ക് റിയലി ടേക്കൺ കെയർ. അവർ പണം അപ്പം തന്നെ തന്നു. ഇൻ ലെസ് ദാൻ 1 hour. കാരണം അല്ലെങ്കിൽ അവരുടെ കമ്പനിക്ക് നാണക്കേടല്ലേ. അത് എന്നെ ഓൾമോസ്റ്റ് 1 year ഇട്ട് വലിപ്പിച്ചുകൊണ്ടിരുന്നോണ്ടാണ് കേട്ടോ. എനിക്ക് പിന്നെ ഫൈനലി എനിക്ക് ക്ഷമ കെട്ടതിനപ്പോൾ ഞാൻ വിളിച്ച് പറഞ്ഞു, അവർ മൈൻഡ് ചെയ്തില്ല. അത് കാരണം ഞാൻ ചെയ്തത്. അല്ലാണ്ട് എനിക്ക് ആരുടെയും റെപ്യൂട്ടേഷൻ കടാക്കാൻ എനിക്ക്. നമ്മളൊരു കൊളാബ് ചെയ്യാൻ പോകുമ്പോൾ പല സ്ഥാപനത്തിലായിരിക്കും കൊളാബ് ചെയ്യാൻ. നമ്മൾ പല സംഭവം പോകും, നമ്മൾ അതേക്കുറിച്ച് പഠിക്കാതെ ആയിരിക്കും ചിലപ്പോൾ ചെയ്യുക. നമ്മൾ വിശ്വസിക്കും. ഇപ്പം പൂജിത ചെയ്ത് കണ്ടിട്ടായിരിക്കും വേറെ ആൾ വരുന്നത്. അപ്പം അത് പറ്റിക്കപ്പെടാറുണ്ടോ? ഇപ്പം പൂജിത ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ വന്നിട്ട് എനിക്കൊരു കൊളാബ് ചെയ്യണം, നമ്മുടെ സ്ഥാപനത്തെ നമ്മളെക്കുറിച്ച് പഠിക്കണം. പഠിച്ചിട്ടേ ചെയ്യാറുള്ളൂ, പഠിക്കാതെ ചെയ്യാറുള്ളൂ. അതായത് ഇപ്പോൾ കൊളാബ് എന്ന് പറഞ്ഞാൽ കൂടുതലും സ്ഥലങ്ങളുടെ കുറേ സ്ഥലങ്ങളുടെ കൊളാബ് അല്ലെങ്കിൽ ക്ലോതിങ്ങിൻ്റെ കൊളാബ് അത് നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും അല്ലേ. ഞാൻ കൂടുതൽ മെഡിക്കേറ്റഡ് പ്രൊഡക്ട്സ് ഓർ എൻ്റെ റിവ്യൂ കേട്ടിട്ടേ ആൾക്കാർ അത് ചെയ്യാൻ പാടുള്ളൂ, അങ്ങനത്തെ ഒരു സംഭവം ഞാൻ ചെയ്തിട്ടില്ല. ഓക്കെ, പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന സ്കിൻ ക്ലിനിക്സിൻ്റെ കൊളാബ് അത് ഞാൻ ചെയ്യുന്ന സമയത്ത് അത് എനിക്ക് ഗുഡ് ആണെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. ഞാൻ അല്ലെങ്കിൽ വെറുതെ ഞാൻ പറയാറില്ല. അതിപ്പോൾ വെറുതെ അവരിപ്പോൾ ടെൽ മീ ദിൽ പേ യു ഓൾസോ ഞാൻ ചെയ്യില്ല. കാരണം എനിക്കുള്ള ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമില്ല. അപ്പോൾ ഞാനിപ്പോൾ മൾട്ടിപ്പിൾ സ്കിൻ ക്ലിനിക്സിലായിക്കോട്ടെ, ഞാൻ മൾട്ടിപ്പിൾ ആയുർവേദ സെൻറ്റേഴ്സ് ആയിക്കോട്ടെ, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് നമുക്ക് ലൈക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് ബാക്ക് ഫയർ അടിക്കാൻ സാധ്യതയുള്ള പ്രോഡക്ട്സ് ഞാൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ പ്രശ്നമില്ലെങ്കിൽ ഞാൻ കൊള്ളാപ്പെടാറുള്ളൂ. അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല ഇന്ന് വരെ. അല്ലാണ്ട് അങ്ങനത്തെ ഒന്നും വലുതായിട്ട് വന്നിട്ടുമില്ല. ദുബായിലൊക്കെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ്മാരുള്ള. അതെ അതെ അതെ. ദുബായിൽ ഞാൻ ഇവരൊക്കെ വെച്ചൊരു പ്രോഗ്രാം അവിടെ ദുബായിൽ ചെയ്തിട്ടുണ്ട്. കറക്റ്റ്. ധ്യാന ഇരുത്തിക്കൊണ്ട് തന്നെ പ്രോഗ്രാം, അങ്ങനെ കുറേ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. എല്ലാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ, എനിക്ക് ഒത്തിരി പേരെ പരിചയമുണ്ട്. അവിടെ ഒരു ചർച്ച വരെ നടന്നതാണ്, നിങ്ങൾ ഇത് സത്യസന്ധമായിട്ടാണ് ചെയ്യുന്നത്, ധ്യാനമായിട്ട് വലിയ വാക്കേറ്റം ഉണ്ടായ ഒരു സംഭവം. അപ്പം ഏറ്റവും കൂടുതൽ ദുബായിലാണ് ഇതിന് ഏറ്റവും സാധ്യത. നാട്ടിൽ കേരളത്തിലും കൂടുതൽ സാധ്യത ദുബായിലാണ്.
ദുബായിൽ പല ആളുകളും പലതും ശ്രദ്ധിക്കാതെ ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ പോയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഇപ്പോൾ പൂജിത ദുബായിലാണ്, ദുബായിൽ സംഭവങ്ങൾ ചെയ്യുന്നുണ്ട്. അത്തരം ആളുകളെ കാണാറുണ്ടോ? അങ്ങനത്തെ വിഷയങ്ങളുണ്ടോ ദുബായിൽ? ഞാനിപ്പോൾ ദുബായിൽ പോയിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ. ഓക്കെ, ഞാനിപ്പോഴും അവിടുത്തെ മാർക്കറ്റ് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് വരുന്ന ഒരാളാണ്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന കുറച്ച് ബ്രാൻഡ്സ്, വന്നിരിക്കുന്ന ബ്രാൻഡ്സ് ആ റെപ്യൂട്ടഡ് ബ്രാൻഡ്സ്. അത് കാരണം എനിക്ക് ഇങ്ങനത്തെ ഒരു ചാലഞ്ച് ഉണ്ടായിട്ടില്ല. ബട്ട് സംടൈംസ് നമ്മൾ ഈ ഈവൻറ്റ്സ് ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് അവിടെ നമ്മൾ റൈറ്റ് ആയിട്ട് ചൂസ് ചെയ്തില്ലെങ്കിൽ അവർ ഓർഗനൈസ് ചെയ്യുന്ന ഈവെൻറ്റിൽ ക്ലാസി അല്ല, or നമ്മളിവിടെ ചെയ്യുന്ന പോലത്തെ ആ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലെങ്കിൽ ഇറ്റ് ക്യാൻ എഫക്ട് അവർ ബ്രാൻഡ്. നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്താലും ഇല്ലെങ്കിലും ആ കൊടുക്കുന്ന ഔട്ട്പുട്ട്, ആ കാണുന്ന പ്രോഡക്റ്റ് എങ്ങനെയാണ്, വിഷ്വൽസ് ഓൾസോ വെരി ഇമ്പോർട്ടൻ്റ് അല്ലേ. അപ്പോൾ അത് ഒരു സെറ്റപ്പ് ആണെങ്കിൽ നമ്മുടെ പേര് ഇതാവും. സോ അത് നമുക്ക് നല്ല രീതിയിൽ ചൂസ് ചെയ്യാൻ പറ്റണം. പക്ഷേ നല്ലൊരു ബഡ്ജറ്റുള്ള സ്ഥലങ്ങൾ ഭയങ്കര കൂടുതൽ ഇതുവരെ ആയിട്ടില്ല എനിക്ക്. ഇതുവരായിട്ടില്ല? ഇല്ല, ബിക്കോസ് ഞാൻ കുറച്ചേ ആയിട്ടുള്ളൂ. ഇനി ആവാതിരിക്കട്ടെ. ദുബായിൽ ലൈസൻസ് വേണമല്ലോ ഇതിനൊക്കെ? ദുബായ് ഞാൻ ലൈസൻസ് എടുത്തിട്ടില്ല. ഞാൻ ലൈസൻസ് എടുക്കാൻ പോവുകയാണ്. ഞാനിപ്പോൾ വന്ന് കഴിഞ്ഞിട്ട് തിരിച്ചു പോയിട്ടാണ് എനിക്ക് ലൈസൻസ് എടുക്കാൻ. ഇൻഫ്ലുവൻസർ ലൈസൻസ് അല്ലേ? ഇതാണ് മറ്റു രാജ്യങ്ങളിൽ ലൈസൻസ് ഇവിടത്തെ പോലെ അല്ല. അവിടെ അല്ല, ഒട്ടുമല്ല. അവിടെ ഫൈൻ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ഫൈൻ. അപ്പോൾ ഞാൻ എന്തായാലും പോയ ഉടനെ ലൈസൻസ് എടുക്കും. നമ്മളിവിടെ കുറച്ച് റൂൾസൊക്കെ ബ്രേക്ക് ചെയ്താലും കുറച്ച് പേടി കുറവാണ്. അവിടെ ഒരു റൂള് ബ്രേക്ക് ചെയ്താൽ നമ്മുടെ ഈ വീടിൻ്റെ ആധാരം പണയം വെക്കേണ്ടി വരും. അത്ര എക്സ്പെൻസീവ്. അപ്പോൾ നമ്മൾ അതെ, പിന്നെ പോവുകയും ചെയ്തു. പിന്നെ തിരിച്ചു പോകാൻ പറ്റില്ല. അവിടുത്തെ നിയമങ്ങൾ കറക്റ്റാണ്. ആ നിയമങ്ങൾ നമ്മൾ പാലിച്ചു പോകുന്നത് അവിടെ നമുക്ക് വലിയ പ്രശ്നങ്ങളില്ലാതെ പോകാൻ പറ്റും. നമ്മൾ കുറേ കൂടെ ഡിസിപ്ലിൻഡ് ആവാണ്. നമ്മളുടെ ഒരു ലൈഫ് സ്റ്റൈൽ, നമ്മൾ ആസ് എൻ ഇൻഡിവിജ്വൽ കുറേ കൂടെ ഗ്രോ ചെയ്യാണ്. ആൻഡ് നമുക്ക് അവിടുത്തെ ആൾക്കാരുടെ കൂടെ ഇപ്പം നമ്മൾ ഇവിടെ നാട്ടിൽ നമ്മളിൽ ഒരു പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മളൊരു സർക്കിൾ ഓഫ് പീപ്പിളിൻ്റെ കൂടെ ആകുമ്പോൾ നമ്മളിപ്പോൾ കൂടുതൽ നെക്സ്റ്റ് എങ്ങനെ അടിച്ച് പൊളിക്കാമെന്ന കൂടുതലും നമ്മൾ തോട്ട് വരും. പക്ഷെ നമ്മൾ അവിടെ പോയി കഴിയുമ്പോൾ വെൻ യു ആർ സോഷ്യലൈസിങ് നമ്മൾ ഡെഫിനറ്റ്ലി അറ്റ്ലീസ്റ്റ് ഈ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റീനെ കുറിച്ചിട്ട് നമ്മൾ സംസാരത്തിൽ വരും. സോ ഐ ഫീൽ നമുക്ക് കുറേയും കൂടി ഈവൻ വർക്ക് വൈസ് നമ്മൾ കുറേയും കൂടി ഇലാബറേറ്റ് ആവാനായിട്ട് കുറേയും കൂടി സഹായിക്കും. നമ്മൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് മാറുമ്പോൾ ആ ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ, അത് നല്ലൊരു ഗ്രോത്ത്. പക്ഷെ കുറച്ച് സമയം എടുക്കും അങ്ങോട്ടൊന്ന് പറ്റ പിടിക്കാനായിട്ട്. ആ ഒരു ക്ഷമ വേണം. ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ്, പല കമൻറ്റുകൾ വരും. ചിലപ്പം മോശം കമൻറ്റുകൾ വരും, നല്ല കമൻറ്റുകൾ ശ്രദ്ധിക്കാറുണ്ടോ? കമൻറ്റുകൾ നോക്കി? കാരണം കമൻറ്റ് കുറേ നേരം ഒന്ന് വായിക്കണം. ചില സമയത്ത് ഞാനൊരു പോസ്റ്റ് ഇട്ട് അതെൻ്റെ അനിയത്തിയാണ് പിന്നെയും വായിക്കാറ്. അവൾ ചില സമയത്ത് വായിച്ചു തന്നെ ഷീൽസ് അവൾ നല്ല കൊടുക്കും. ഞാൻ അങ്ങനെ മൈൻഡാക്കാറില്ല. കാരണം എത്ര ആൾക്കാരുണ്ട് അല്ലേ? ഓരോ ആൾക്കാരുടെ ചിന്താഗതി നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പിന്നെ തറയാണെങ്കിൽ ഞാനെടുത്ത് അവരെ ബ്ലോക്ക് ചെയ്യും, റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ ബ്ലോക്കിംഗ് ഒത്തിരി നടന്നിട്ടുണ്ടോ? ഇടയ്ക്ക് വല്ലപ്പോഴും. പക്ഷെ എനിക്ക് അങ്ങനെ ഭയങ്കര വൾഗർ ഓർ നമ്മളെ ചില കുഴപ്പന്മാരുണ്ട്. പക്ഷെ നമ്മൾ പറയാം അങ്ങനെ വല്ലപ്പോഴേ ഉണ്ടാവാറുള്ളൂ. കൂടുതലും ജസ്റ്റ് ഹാർട്ട് അങ്ങനെ വലിയ നെഗറ്റീവ് രീതിയിൽ എനിക്ക് വന്നിട്ടില്ല, അധികം വന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ ദുഃഖം തോന്നുമ്പോൾ എന്താ ചെയ്യുന്നത്? ഞാനോ? ഞാൻ കോഫി ഡ്രൈവ് ചെയ്യാൻ എനിക്കിഷ്ടം. ഓക്കെ, ഞാൻ പാട്ട് കേട്ടിട്ട് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പോകാൻ ഇഷ്ടം. പിന്നെ അല്ലെങ്കിൽ ഞാൻ മേ ബി എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ പോകാൻ ഇഷ്ടം. കിടന്നുറങ്ങും ചിലപ്പോൾ, ഡിപ്പെൻഡിങ് ഓൺ ദ വിഷമം, ഏത് ലെവൽ വരെയുള്ളതനുസരിച്ചിട്ട് ഇരിക്കും. പക്ഷെ കൂടുതലും ഞാൻ മിണ്ടാണ്ട് മേ ബി ഞാൻ പോയിട്ട് വണ്ടി എടുത്തിട്ട് ഫുള്ള് പാട്ട് വെച്ചിട്ട് എനിക്കിഷ്ടമുള്ള പാട്ടൊക്കെ വെച്ചിട്ട് ഞാൻ വണ്ടി ഓടിക്കും. എനിക്കിഷ്ടം. എവിടെയാണെങ്കിലും അത് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം ദുബായിൽ വണ്ടിയില്ല, അപ്പം ഞാൻ നടക്കും. ലൈസൻസ് ആയിട്ടില്ല ദുബായിൽ. ഞാനിപ്പോൾ ഈ വട്ടം മുമ്പ് ലൈസൻസിൻ്റെ RTA ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് വേണം പോയിട്ട്. 1.5 വർഷമായിട്ട് ലൈസൻസ് എടുക്കാതെ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്ക് അവിടെ എങ്ങനെ നിൽക്കാൻ പറ്റി? ഞാൻ ആക്ച്വലി എൻ്റെ ലൈസൻസ് കിട്ടുന്നവരെ ഇന്റർനാഷണൽ ലൈസൻസിൽ ഡ്രൈവ് ചെയ്യുമായിരുന്നു. പിന്നെ ലൈസൻസ് കിട്ടി. പക്ഷെ ലൈസൻസ് പിന്നെ ലൈസൻസ് വേണം, ഈ മറ്റേ ID കിട്ടി കഴിഞ്ഞാൽ പിന്നെ. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ധാരണയില്ല. ഞാൻ എന്ത് ജോലിയാണ് ചെയ്യേണ്ടത്. ബിക്കോസ് ഈവെൻറ്റ്സും കൊളാബറേഷൻസ് ഇങ്ങനത്തെ നമ്മുടെ വർക്ക് ഓർ ഈവെൻറ്റ് മീറ്റിംഗ്സ് അതിനൊക്കെ ദേ വിൽ പിക്ക് യു, ദേ വിൽ ഡ്രോപ്പ് യു അല്ലേ. പിന്നെ വല്ലപ്പോഴും പുറത്തേക്ക് പോകാൻ വേണ്ടി മാത്രമാണ് നമുക്ക് വണ്ടി. അത് നമ്മളൊരു ഊബർ ഉണ്ട് അല്ലേ. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ചുറ്റിനുമുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ അങ്ങനെ നടക്കാൻ തുടങ്ങിയത്. ഞാൻ അതൊരു നല്ലൊരു ഹാബിറ്റുമാണ് വെച്ചിട്ട് ഞാൻ അങ്ങനെ എല്ലാ ദിവസവും നടക്കാൻ തുടങ്ങി. പക്ഷേ ഇപ്പോഴാണ് റീസെൻ്റ്ലി ഞാനൊരു കമ്പനിയിലേക്ക് ഐ വാണ്ടഡ് ടു ലേൺ അബൌട്ട് റിയൽ എസ്റ്റേറ്റ്. അപ്പോൾ ഞാൻ ഡെയിലി അതിന് വേണ്ടി പഠിക്കാൻ വേണ്ടി ഫ്രം ഹോം പോകുന്ന സമയത്ത് എനിക്ക് മനസ്സിലായി വണ്ടി ഇല്ലെങ്കിൽ നമ്മൾ ശരിക്കും പണി കിട്ടുന്നുള്ള കാര്യം. അപ്പോഴാണ് ഞാൻ ലൈസൻസ് എടുക്കാൻ. ഇപ്പോഴാണ് എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ ഒരു ഐഡിയ എൻ്റെ മൈൻഡിൽ വന്നത്. ഈ ദുബായ് ലക്ഷ്യം വെക്കാനുള്ള കാരണം, ദുബായിലേക്ക് ലക്ഷ്യം വെച്ച് പോകാനുള്ള കാരണം?
വേറെ ഒന്നുമല്ല, ദുബായ് ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ദുബായിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആൻഡ് അവിടെ ഇവിടെനെക്കാട്ടും കൂടുതൽ ഓക്കെ അവിടെ കുറേ കൂടെ ആൾക്കാരിലേക്കിനോ എൻ്റെ ഒരുപാട് ഫ്രണ്ട്സും ഫാമിലി അവിടെ ഉണ്ട്. സോ എനിക്ക് അവിടെ ഒരു കമ്പനിയിൽ ജോബ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആദ്യം. പിന്നെ ആ കമ്പനി ഫേക്ക് കമ്പനി ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ തിരിച്ചിങ്ങോട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, നീ ആ കൊച്ചിയിൽ നിന്ന് മാറാൻ തീരുമാനിച്ചല്ലോ, അറ്റ്ലീസ്റ്റ് കം ആൻഡ് സ്റ്റേ ഹിയർ, പറ്റിയില്ലെങ്കിൽ നീ തിരിച്ചു പോക്കോ. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിവിടെ ഒന്നും അറിയില്ല. ബിക്കോസ് നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തമല്ലേ, എല്ലാം 1 ഫോൺ കോൾ അവേ അല്ലേ എല്ലാ കാര്യം. അവിടെ അതിൽ നിന്നും അവിടെ പോയി മാറി നമ്മൾ തന്നെ എല്ലാ പണിയും ചെയ്യാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല, പണിയല്ല. അപ്പോൾ ദെൻ മൈ ഫ്രണ്ട്സ് ലൈക്ക് ദിസ് ഇസ് 1 ഓപ്പർച്യൂണിറ്റി, നീ സിംഗിളാണ്, നിനക്ക് നിന്നെ വീണ്ടും നിനക്ക് എന്താണ് നിൻ്റെ കഴിവ് മനസ്സിലാക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ ഫൈൻ ദുബായ്. പിന്നെ എൻ്റെ കസിൻസും ഫാമിലിയൊക്കെ ഉള്ളതുകൊണ്ടും ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതുകൊണ്ടും ഞാൻ വിചാരിച്ചു ശരി, ആൾ ട്രൈ, ഇനി പറ്റില്ലെങ്കിൽ തിരിച്ചിങ്ങോട്ട് വരാമല്ലോ. ഈ ആദ്യം ഫേക്ക് കമ്പനി എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? അത് ഞാൻ അവിടെ പോയി, ഞാൻ അവിടെ ഒരു 1 മന്ത് വർക്ക് ചെയ്തു, അവർക്ക് വേണ്ടി കുറേ വർക്ക് ചെയ്തു. പിന്നെ തിരിച്ചു വന്നതിൻ്റെ ശേഷമാണ് എനിക്ക് മനസ്സിലായത് അവർ ഫേക്ക് കമ്പനിയാണ്. പിന്നെ അങ്ങോട്ട് പോയില്ല. ആ കമ്പനി ഇപ്പോഴും ഉണ്ടോ? ഇല്ല, അത് പൂട്ടിപ്പോയി. ആ, അല്ലെങ്കിൽ പൂട്ടിക്കുമായിരുന്നു നമ്മൾ. ഞാൻ പൂട്ടിക്കൂല, അവർ തന്നെ താൻ പൂട്ടിച്ച്. അവർ തന്നെ പൂട്ടാറായപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഫേക്ക് കമ്പനി. പൂജിതയെ പോലുള്ള ഒരാൾ ഇത്രയും അറിവും കാര്യങ്ങളും ഉലകം ചുറ്റുന്ന ആൾക്ക് എങ്ങനെ അതിൽ പോയി പെട്ടു? അതിൽ പോയി പെടുമ്പോൾ അതിൽ വേറെ സെലിബ്രിറ്റീസ് ഉണ്ടല്ലോ, കുറച്ച് പേരുണ്ടല്ലോ, കുറച്ച് ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ അതിലുണ്ട്. സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു, അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള സെലിബ്രിറ്റീസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അത് ഇറ്റ്സ് ലൈക്ക് അതിപ്പോൾ ഒരു ഫേക്ക് കമ്പനി എന്ന് പറഞ്ഞാൽ നമുക്ക് ട്രബിൾ മേക്കിംഗ് കമ്പനി അല്ല. നമുക്കിപ്പോൾ ആസ് ഫാർ ആസ് ഐ വാസ് കൺസേൺ, എനിക്ക് അവിടെ വരുമ്പോൾ ബ്രാൻഡ് കൊളാബറേഷൻസ് വരെ ഇനോഗ്രേഷൻസ് വരെ അതെനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് എനിക്ക് അറിയില്ല. അപ്പോൾ പിന്നെ നമ്മൾ പോയി കഴിയുമ്പോൾ ആദ്യം പറഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു അത് പുതിയ കമ്പനിയാണ്, അറിഞ്ഞു വരുന്നേ ഉള്ളൂ, ചിലപ്പോൾ പണി കിട്ടുമായിരിക്കും, കമ്പനി സ്റ്റേബിൾ. അല്ല, അതെനിക്ക് എൻ്റെ ഓൾറെഡി എൻ്റെ ഫ്രണ്ട്സിൻ്റെ കമ്പനിയിൽ എനിക്ക് വിസ ഉണ്ട് വേണമെങ്കിൽ. പക്ഷെ ആ സമയത്ത് നമ്മൾ ഇതിൽ വർക്ക് ചെയ്യണല്ലോ, അപ്പോൾ ആ സമയത്ത് അവർ തെളിക്കും നമുക്ക് 3 മന്ത് വിസ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യം സ്റ്റാർട്ട് ചെയ്തു, അത് കഴിഞ്ഞിട്ട് പെർമനന്റ് ആക്കാമെന്ന് അവർ പറഞ്ഞു. പക്ഷെ അപ്പോഴത്തേക്ക് അവർ പൂട്ടിപ്പോയി. അപ്പം അന്ന് നമ്മളെ അതിലേക്ക് വിളിച്ചത് ഒരു വ്യക്തിയായിരിക്കുമല്ലോ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിച്ചോ? നമ്മൾ ആ കമ്പനിയിലേക്ക് കൊണ്ടുപോയത് ഒരാളായിരിക്കും. ഫോൺ എടുത്താലല്ലേ ചോദിക്കാൻ പറ്റുള്ളൂ. ഫോൺ എടുത്തില്ല. അപ്പോൾ പിന്നെ ഫോൺ എടുക്കാത്തപ്പോൾ ഇത് എന്തുവാണ്. ഞാനാണെങ്കിൽ അവിടെ ദുബായിൽ ജോബ് കിട്ടിയപ്പോൾ ഞാൻ ഇവിടെ ജോയിൻ ചെയ്യണവരെ നമ്മൾ പറയുമല്ലോ, ഒരു കാര്യം നടക്കുന്നവർ ആരോടും പറയരുതെന്ന്. ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഫുൾ പട്ടി ഷോ ആയിരുന്നു. ഞാനിവിടെ ദുബായിൽ ജോയിൻ ചെയ്തു, ഞാനിനി നെക്സ്റ്റ് വരുമ്പോൾ കാണാമെന്നൊക്കെ പറഞ്ഞ് ഫുൾ അങ്ങനെയായിരുന്നു. ഇത് പൂട്ടിയപ്പോൾ ഞാൻ ഇങ്ങനെ പറയും ഈശ്വര എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് ദിവസം എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അതെനിക്കറിയില്ല, ഒന്നും അറിയാതാണ് പോയത്. അങ്ങനെയല്ല, എനിക്ക് അവരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കല്ല. അല്ലെങ്കിൽ അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫേം. കൂടുതൽ പറഞ്ഞാൽ ചിലപ്പോൾ അവർ മനസ്സിലാക്കി കൊടുക്കണമല്ലോ. അതെന്തിനാണ് ആരും അങ്ങനെ പോയി പെട്ടുപോകാൻ പാടില്ലല്ലോ. നമ്മൾ കാരണം അവർക്ക് പബ്ലിസിറ്റി കൊടുക്കണ്ടല്ലോ. പബ്ലിസിറ്റി ഇനിയും ആ കമ്പനിയേ ഇല്ല. ഈ പല ആളുകളും ഇങ്ങനെ നമുക്കിത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ഇനിയെങ്കിലും അവർ വരാതിരിക്കുന്നോർത്താണ് ഞാൻ പറഞ്ഞിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ പറയണ്ട. അതെന്താന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ സ്ഥലങ്ങളിൽ കമ്പനി പുതിയ കമ്പനി ആണെങ്കിലും എസ്റ്റാബ്ലിഷ് കമ്പനി ആണെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഒരു ഡിപ്പ് ഉണ്ടാവാം. സോ ദാറ്റ്സ് മോസ്റ്റ് അൺഎക്സ്പെക്റ്റഡ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചില സമയത്ത് പൊളിഞ്ഞ കമ്പനി ആയിരിക്കും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ബൂമാവുന്നത്. അപ്പോൾ നമുക്കതറിയില്ല. അപ്പോൾ പിന്നെ ആ വഴിക്ക് പോട്ടെ. വേണ്ട എന്ന് തോന്നിയ എന്തെങ്കിലും മുഹൂർത്തം ഉണ്ടാവും, നമ്മൾ വേണ്ടായിരുന്നു പക്ഷെ നമ്മളത് ചെയ്തു. അങ്ങനെയില്ല, ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ക്ലിയർ ആണോ എനിക്ക് അങ്ങനെ എനിക്ക് ഓർമ്മയില്ല. നമ്മൾ ചെയ്തത് ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് തെറ്റായിപ്പോയി എന്ന് വെച്ചാൽ ഡിലീറ്റ് ചെയ്യേണ്ട വല്ല വന്നിട്ടുണ്ടോ? അങ്ങനെയൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഇല്ല, ഞാൻ അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരാളല്ല. ഞാൻ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കണ്ടന്റ് ഇടാറും ഇല്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ഒന്ന് ചിന്തിച്ചിട്ടാണോ ചെയ്യുള്ളൂ? ഇപ്പോൾ നമ്മളൊരു ഷോപ്പിലേക്ക് പോകണം, ഒന്നും കൂടി ചിന്തിക്കുമോ? ഒരു കൊളാബിന് വേണ്ടി നമ്മളൊന്ന് ചിന്തിക്കുമോ? പോണോ അങ്ങനെ ചിന്തിച്ചിട്ടാണോ? ഞാൻ അധികം ചിന്തിക്കാറില്ല. ഇല്ല, അതെന്താണ് അങ്ങനെ? ബിക്കോസ് അത് സത്യം നല്ലൊരു ചോദ്യമാണ്. ഞാൻ അധികം അങ്ങോട്ട് ചിന്തിക്കാറില്ല. ബിക്കോസ് എന്താ സംഭവം, ഇപ്പോൾ നമുക്കൊരു വർക്ക് വരുന്ന സമയത്ത് യു ആർ ഹാപ്പി. അത് കഴിഞ്ഞ് വെൻ യു ഡു ഇറ്റ്, നമുക്ക് ഇഷ്ടപ്പെട്ടാൽ യു ആർ സപ്പോർട്ടിങ് ദം. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഓക്കെ ഫൈൻ, യു ഡോണ്ട് ഡു ഇറ്റ്. ലൈക്ക് പിന്നെ നമ്മൾ ഓൾറെഡി വെൻ യു ആർ ഇൻ ദിസ് ഫീൽഡ്, നമ്മളൊരു സ്ഥലത്ത് പോയി കഴിയുമ്പോഴത്തേക്കും ദേ ആർ ഓൾവേസ് റെസ്പെക്റ്റിങ് യു. നമ്മൾ മോശമായിട്ട് അവർ പെരുമാറുന്നില്ലല്ലോ. അപ്പോൾ നമ്മളെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാത്തത്രത്തോളം കാലം നമുക്കങ്ങനെ റിഗ്രറ്റോ അയ്യോ അത് വേണ്ടായിരുന്നു എന്നൊരു തോട്ട് വരാറില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തിൻ്റെതാണെങ്കിലും നമ്മൾക്കെല്ലാം സെറ്റായിട്ടാണ് നമ്മൾ പോണേ.
ഇറ്റ്സ് ടേക്കൺ കെയർ. അപ്പോൾ എൻ്റെ മൈൻഡിലൊക്കെ അങ്ങനെ ഉള്ളൂ. ഇറ്റ്സ് ടേക്കൺ കെയർ എന്നുള്ള തോട്ട് എൻ്റെ മൈൻഡിലുള്ളൂ. ഇനി അല്ലാണ്ട് അവിടെ വന്ന് അങ്ങനത്തെ ഒരു ചിന്ത എൻ്റെ മൈൻഡിൽ അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. അത്ര വന്നിട്ടില്ല. ഇപ്പം നിങ്ങൾ ചോദിക്കുമ്പോഴാണ് വന്നിട്ടുണ്ടോ എന്ന് തന്നെ ഞാൻ ചിന്തിക്കണം. എനിക്ക് വന്നിട്ടില്ല ഇനി അങ്ങനെ ചിന്തിക്കുമല്ലേ? അറിയില്ല, എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ നമുക്ക് ഈ ഇൻഡസ്ട്രിയിൽ എന്തോരം ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു സ്ഥലത്തേക്ക് അവർ റെക്കമെൻഡ് ചെയ്യാണ്, അവർ നമ്മളൊരു സംഭവം നമുക്കൊരു ഓഫർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നമ്മളെ അറിയാമല്ലോ, അതിന് നമ്മളോട് ഡിസ്കസ് ചെയ്യുള്ളൂ ആദ്യം, എന്നിട്ടേ നമ്മൾ തീരുമാനിക്കുള്ളൂ. നമ്മൾ ഫോണിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ ഡൗട്ട്സ് അവിടെ തന്നെ ക്ലിയർ ആക്കുകയാണ്. അത് കഴിഞ്ഞ് അതേപോലെ തന്നെ നിൽക്കുള്ളൂ. ഒരു സിനിമ നടിയായിട്ട് അറിയാനാണോ ആഗ്രഹം, ഒരു മീഡിയ പ്രവർത്തിയായിട്ട് അറിയാനാണോ ആഗ്രഹം, ഏതാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം? നല്ലൊരു ആക്ട്രസ്, ഒരു ആർട്ടിസ്റ്റ്. ആക്ട്രസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ആർട്ടിസ്റ്റ്. അതൊരു ആക്ടിങ് ആവാം, പിന്നെ എൻ്റെ ആങ്കറിങ്ങിൽ അതും ഒരു ആർട്ടിസ്റ്റാണ്. അതിന് നല്ലൊരു ആർട്ടിസ്റ്റ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എന്താ പറയുക, അവളെ വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിക്കാൻ പറ്റും, നല്ല ഭംഗിയായിട്ട് ചെയ്ത് നമുക്ക് തരാൻ പറ്റും, കൂടെ വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്തൊരു ആർട്ടിസ്റ്റായിട്ടാണ് എന്നെ അറിയപ്പെടാൻ എനിക്ക് ആഗ്രഹം. ആങ്കറിങ് ചെയ്യുന്ന സമയത്ത് അബദ്ധം പറ്റിയ മുഹൂർത്തം ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ തുടക്കകാലങ്ങളിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് എൻ്റെ പൊട്ടത്തരം മീൻസ് പറ്റിപ്പോയോണ്ട് എൻ്റെ ഇതുപോലും കട്ട് ചെയ്തിട്ടുണ്ട്, റെമ്യൂണറേഷൻ. അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതില്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നത് നമ്മുടെ മിസ്റ്റേക്സിൽ നിന്നും അല്ലേ. അപ്പോൾ ഇഷ്ടംപോലെ പഠിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. അല്ല, ആ സമയം ഓർത്തെടുക്കണേ ഏതായിരിക്കും ഏറ്റവും? എനിക്ക് ഓർമ്മ, ഞാൻ കാലിക്കറ്റിൽ ആദ്യം കുറേ കാലം മുന്നേ ഒരു ഷോ ചെയ്യാൻ പോയ സമയത്ത്, അതൊരു ഫാഷൻ ഷോ ആണ്. അപ്പോൾ ഒരു ഈവൻറ്റ് ഫ്ലോയിൽ ആ സമയത്ത് പെട്ടെന്ന് മാറ്റാൻ തന്നാൽ എനിക്ക് പെട്ടെന്ന് ആ സമയത്ത് കിട്ടില്ല. ഇപ്പം എപ്പോൾ വേണം മാറ്റാലും എനിക്ക് കുഴപ്പമില്ല. ഇപ്പം അന്ന് അത്രയും മാറ്റണ ഒരു ചിന്താഗതി പോലും ഇല്ല. ഇപ്പം എപ്പോഴും മാറ്റം ഉണ്ടെന്ന് നമുക്ക് ഉറപ്പാണ്. പിന്നെ നമ്മൾ എക്സ്പീരിയൻസ് ഉള്ളത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് നമ്മൾ മറ്റേ പ്രോഗ്രാം കഴിയുമ്പോഴാണ് ഇവർ ഈവൻറ്റ് ഫ്ലോറിൽ തന്നിട്ടുണ്ടായിരുന്നില്ല, അവിടെ വന്നിരിക്കുന്ന സെലിബ്രിറ്റി ഗസ്റ്റിന് ബൊക്കെ കൊടുക്കണം എന്തോ കഴിയുമ്പോൾ. ഞാൻ എല്ലാവരും വൈൻഡപ്പ് ചെയ്തിട്ട് ഞാൻ ഫുൾ വോട്ട് ഓഫ് താങ്ക്സ് കഴിഞ്ഞ് ഈ സെലിബ്രിറ്റീസ് നടന്നു പോയപ്പോഴാണ് യു ഡിഡ്ന്റ് ഗിവ് ദ ബൊക്കെ. ഞാൻ എന്ത് ബൊക്കെ, എനിക്കൊന്നും അറിയില്ല. ഫൈനൽ അവരൊക്കെ തിരിച്ച് വിളിക്കേണ്ടി വന്നു, നടന്നു പോയ ആൾക്കാരെ. അപ്പോൾ അവർക്കും ഇതായി, എൻ്റെ ഇവർ സാലറിയും കട്ട് ചെയ്തു. ഞാൻ അയ്യോ, അങ്ങനത്തെ ഒക്കെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വഴക്ക് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഈവെന്റിന് അങ്ങനെ വഴക്ക് കേൾക്കേണ്ടി വന്നില്ല. അന്ന് കേട്ടായിരുന്നു. ഉറപ്പായിട്ടും കേട്ടേ പറ്റുള്ളൂ. അതെ അങ്ങനത്തെ അല്ലാണ്ട് ഇപ്പൊ വരുന്നവർക്കൊക്കെ അവർക്ക് ഇപ്പൊ വരുന്നവർക്കും നല്ല വർക്കേ അവർ വിളിക്കുള്ളൂ. അപ്പൊ നല്ല വർക്കിന് വിളിക്കുന്ന സമയത്ത് അവർ ഞാൻ എൻ്റെ ഈവെന്റ് ഫ്ലോ എനിക്ക് വേണം, ഓർ എല്ലാം ഞാൻ ക്ലിയർ ആണ്, എനിക്ക് എന്തൊക്കെ വേണം എന്നല്ല, എൻ്റെ കണ്ടന്റ് എനിക്ക് ആദ്യം തന്നെ വേണം. പിന്നെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടാ പോണേ. സ്റ്റേജിൽ വെച്ച് പറയുന്നത് തെറ്റിപ്പോവാറുണ്ട് അല്ലേ? അങ്ങനെ തെറ്റുമ്പോൾ തിരുത്താൻ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? ഇപ്പം ഞാനിപ്പോൾ ഒരു സ്റ്റേജ് പ്രോഗ്രാമിന് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ പോവാറ്. മിസ്റ്റേക്സ് എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് ഓഫ് ദ ടങ് ആണോ പറയുന്നത്, ഞാൻ തന്നെ മിസ്റ്റേക്കാന്ന് പറഞ്ഞാൽ സോറി പണ്ട് മാറ്റാറുണ്ട്, ഞാൻ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പോൾ എല്ലാവരും പറഞ്ഞാൽ ഞാൻ അതേ രീതിയിൽ ഞാൻ നമ്മൾ കവർ ചെയ്യാൻ കൂടുതൽ നോക്കുമ്പോഴാണ് ആൾക്കാർ നമ്മളെ അറ്റാക്ക് ചെയ്യുക. നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ കുറച്ചുകൂടിയും ഒരു ഹമ്പിളാവും. അപ്പോൾ അങ്ങനെ എനിക്ക് വലുതായിട്ട് അങ്ങനെ മിസ്റ്റേക്ക് എൻ്റെ സൈഡിന് അങ്ങനെ അധികം. ആങ്കർ ചെയ്ത ഒരു കലാകാരി എന്നില്ല, അഭിനയിക്കാൻ ക്യാമറയ്ക്ക് മുമ്പിക്കുമ്പം ഭയം ഉണ്ടാകാറുണ്ട്? എനിക്കിഷ്ടമാണ് ഫ്രീ ആയിട്ട് നമുക്ക്. എനിക്കിഷ്ടമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓപ്പോസിറ്റ് വേറെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഏറ്റവും ആരാധിക്കുന്ന ഒരാളാണ് നിൽക്കുന്നത്, നമുക്ക് ഓപ്പോസിറ്റ് ആ സമയത്തോ എനിക്കിഷ്ടമാണ് പെർഫോം ചെയ്യാൻ. അപ്പോൾ അവരിൽ നിന്നും പഠിക്കാൻ ഇഷ്ടമാണ്. പിന്നെ അവർ പറഞ്ഞു തരും നമുക്ക്. ഇപ്പോൾ ഞാനിപ്പോൾ മധുരമേ ജീവിതം പറഞ്ഞൊരു സിനിമയിൽ സിദ്ദിഖയുടെ കൂടെയായിരുന്നു എനിക്ക് ത്രൂ ഔട്ട് ഉണ്ടായിരുന്നത്. സിദ്ദിഖ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, മോഡുലേഷനിലാണെങ്കിലും എക്സ്പ്രഷനിലാണെങ്കിലും പെർഫെക്ഷനിലാണെങ്കിലും കുറേ അടിപൊളിയായിട്ട് ലൈക്ക് നല്ല ഡെപ്തിൽ കുറേ ആക്ടേഴ്സ് ചെയ്തിട്ടുള്ള ഒരു വലിയ ആക്ടറല്ലേ. അവരുടെ കൂടെ എനിക്ക് കുറേ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് മിസ്റ്റേക്കോ എനിക്ക് കുറേ കൂടി ഇമ്പ്രൂവ് ആക്കാൻ പറ്റുകയാണെങ്കിൽ സിദ്ദിഖ പറഞ്ഞിട്ടും ഇങ്ങനെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ആക്ടറിൻ്റെ മുന്നിൽ നമ്മളങ്ങനെ അൺകംഫർട്ടബിൾ ആക്കുന്ന ആക്ടേഴ്സ് എനിക്ക് ഉണ്ടായിട്ടില്ല, എനിക്ക് വന്നിട്ടില്ല. പിന്നെ എനിക്ക് അങ്ങനെ വന്നതിനെ ഞാൻ അവിടെ പോയിട്ട് ഇരിക്കും. ഞാൻ എനിക്ക് മനസ്സിലാവില്ല എന്നൊക്കെ പറയും. എനിക്കങ്ങനെ ഞാൻ കംഫർട്ടബിളാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത്. അത് ഞാൻ എപ്പോഴും ഞാൻ കെയർഫുള്ളാവും. എനിക്ക് ഒരു വട്ടം സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല, എനിക്ക് ഒരു സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു എന്താ പറയുക, അവർ ഓപ്പൺലി പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കുറച്ച് അൺകംഫർട്ടബിൾ ആക്കിയിട്ടുണ്ടായിരുന്നു ഒരു സമയത്ത്. അപ്പം ഞാൻ പോയിട്ട് മാറിയിരുന്നു. ഞാൻ വർക്ക് ചെയ്യില്ല പറഞ്ഞു. ഞാൻ അതായത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ വേണം വെച്ചിട്ട് ഇതാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ ഞാൻ അവിടുത്തെ അസോസിയേറ്റ് ഡയറക്ടറിനോട് പറഞ്ഞു, ഇത് പേർപ്പസ്ലി എന്നെ കോൺഫിഡൻസ് കളയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ആസ് എൻ ആക്ടർ എനിക്കത് പറ്റൂല. എൻ്റെ ഇപ്പോൾ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ യു ക്യാൻ ടെൽ മീ വേർ ഐ ക്യാൻ ഇംപ്രൂവ്. ഓക്കെ, നമുക്കൊരു കാര്യം ലൈക്ക് മേ ബി അവരുടെ ബാഡ് മൂഡ് കാരണം അതൊരു ആക്ടറിൻ്റെ മീതെ തീർക്കുന്നത് ഇസ് നോട്ട് റൈറ്റ്.
അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയുന്നതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇറ്റ്സ് ഗോൺ കംപ്ലീറ്റ്ലി, പിന്നെ പ്രശ്നമൊന്നുമില്ലാണ്ട് നല്ല രീതിയിൽ തീർത്തു അഭിനയിച്ചു. പിന്നെ ആ സമയത്തുള്ള വിഷയം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കുറച്ച് മാസം ഇങ്ങനെ ചെയ്യല്ലേ പറഞ്ഞു. കാരണം നമ്മളുടെ കാര്യം നമ്മൾ പറഞ്ഞില്ലെങ്കിൽ ആര് പറയും നമുക്ക് വേണ്ടിയിട്ട്? അപ്പം നമ്മൾ ഏതൊരു ആക്ടറിനും എന്തൊരു നമ്മൾ പെർഫോം ചെയ്യുന്ന സമയത്തും നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കണം. എസ്പെഷ്യലി നമ്മൾ എല്ലാവരും കാണുന്നതല്ലേ സിനിമ ഹിറ്റായാൽ, ഒരു സിനിമ ഫ്ലോപ്പ് കുറച്ച് ആൾക്കാരെങ്കിലും കാണില്ലേ. അപ്പം പിന്നെ നമ്മൾ കംഫർട്ടബിളായിട്ട് ചെയ്തില്ലെങ്കിൽ അത് കാണാൻ പറ്റും, അത് നമ്മുടെ സീനിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ പിന്നെ അങ്ങനെ അതൊരു അഹങ്കാരി എന്ന് പിന്നെ പറയപ്പെട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ അഹങ്കാരത്തിലൊന്നും ഞാൻ പോയി പറഞ്ഞിട്ടില്ല. വിഷമത്തോടെ പോയി പറയുമ്പോൾ അവർക്കും കുറച്ച് വിഷമം തോന്നുള്ളൂ. പിന്നീട് അവർ മറ്റുള്ളവരോട് പറയില്ലേ, അങ്ങനെ ഭയമില്ലേ? അങ്ങനെ നമ്മൾ പറഞ്ഞപ്പോൾ ആ കുട്ടി മാറിയിരിക്കാന്ന് പറഞ്ഞാൽ ഞാൻ പോയി റൂമിലിരിക്കും, അവിടെ തന്നെ മാറിയിരുന്നു, നമുക്ക് ചെയ്യാൻ പറ്റില്ല, അവർ മറ്റുള്ളവർ പറയുമെന്ന് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടേ? ഇല്ല. കാരണം ഞാൻ കൺവിൻസ്ഡ് ആണ്. ഞാൻ ചെയ്യുന്ന ഒരു ആക്ഷനിൽ ഞാൻ കൺവിൻസ്ഡ് ആണ്. ഓക്കെ, ഞാൻ അതിനൊരു എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്, വൈ ഐ ഡോണ്ട് വോണ്ട് ടു വർക്ക് അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ ആ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതിൽ അതെൻ്റെ റൈറ്റാണ്, അതിലെനിക്ക് കുഴപ്പമില്ല. അത് ആരോട് പറയണം എനിക്ക് കുഴപ്പമില്ല. മലയാള സിനിമകളൊക്കെ കാണാറുണ്ടല്ലോ? കുറേ കാണാറുണ്ട്. ഇപ്പോൾ കുറേ നമുക്ക് പുതുതലമുറയെന്നൊക്കെ പറയാവുന്ന കുറേ ആളുകൾ വരുന്നുണ്ട്. അത്തരം സിനിമകൾ കാണുമ്പോൾ ആ വേഷം എനിക്ക് കിട്ടിയാൽ കൊള്ളാമായിരുന്നു, അങ്ങനെ ചിന്തിച്ചൊരു സിനിമ ഏതായിരിക്കും? കുറേ സിനിമകൾ എനിക്ക് അങ്ങനെ മനസ്സിൽ വരാറുണ്ട് ആഗ്രഹം. എനിക്കും കൂടെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് വിചാരിച്ചത്. മറ്റേ പെട്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല കേട്ടോ. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്, പെട്ടെന്ന് എനിക്ക് കിട്ടുന്നില്ല. പക്ഷെ ഞാൻ കുറേ ക്യാരക്ടേഴ്സ് ആകുമ്പോൾ ഞാൻ ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടായേനെ, ഓർ ഈ പാട്ട് ഞാൻ എനിക്കും കൂടെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിക്കാറൊക്കെ ഉണ്ട്. ഏതാണ്ട് ഇപ്പോൾ പെട്ടെന്ന് കിട്ടുന്നില്ല അല്ലേ? ഇല്ല. ലാസ്റ്റ് കണ്ട സിനിമ ഏതാണ്? ലാസ്റ്റ് നമ്മുടെ എല്ലാ ദിവസവും കാണുന്നത്. പിന്നെ പെണ്ണും പോരാട്ടവും കണ്ടു. അയ്യോ അത് കണ്ടു. പിന്നെ നമ്മളുടെ ഇവരുടെ മൂവി, റോഷൻ്റെ മൂവി, കുറച്ച് മൂവീസൊക്കെ ഞാൻ കണ്ടു. ഇനി എനിക്ക് കുറേ കാണാൻ ബാക്കിയുണ്ട്. ആക്ടൊക്കെ എനിക്ക് കാണണം എന്ന് ആഗ്രഹമുണ്ട്, കാണാൻ പോവാം. ദുബായിലും സിനിമയ്ക്ക് പോകാനുള്ള സമയങ്ങളൊക്കെ സമയമൊക്കെ ഇഷ്ടംപോലെ കണ്ടെത്താനൊന്നുമില്ല, സമയമുണ്ട്. പിന്നെ അവിടെ നിന്ന് വരണം അല്ലേ? അവിടെ തന്നെ കാണാൻ പോയിട്ടൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ അവിടെ വല്ലപ്പോഴും നല്ല സിനിമയൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളുടെ മറ്റേ ഈ മൂവിയൊക്കെ അല്ലേ, എനിക്കിപ്പോൾ പേരുകളൊന്നും കിട്ടുന്നില്ലല്ലോ, ആ മൂവീസ് തന്നെ ഇടയ്ക്കിടയ്ക്ക് കാണാൻ പോകാറുണ്ട്. പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് ചിന്തിക്കാൻ, ബിക്കോസ് കുറെ കാണുമ്പോഴേക്കും പെട്ടെന്ന് കൺഫ്യൂഷൻ വരുന്നു. ഇപ്പോൾ ഒത്തിരി ആളുകൾ എൻഗേജ്, ഒത്തിരി പേരുണ്ട്. ആരുടെ കൂടെ അഭിനയിക്കാനുള്ള ആഗ്രഹമാണ് ഇപ്പോൾ മുന്നിലുള്ളത്? യങ്സ്റ്റേഴ്സാ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാ നല്ല ആക്ടേഴ്സിനും കൂടെ ആക്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി എനിക്ക് റോഷൻ്റെ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടം. റോഷൻ കുറേ നല്ലോണം ആക്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും തന്നെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എവ്രിബഡി ഈസ് വെരി ഗുഡ്. പണ്ടത്തെ പോലെ 1, 2, 3 അല്ല അല്ലേ? ആർക്കും ഇപ്പോൾ റീലിൽ പോലും ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിനെ എടുക്കുകയാണെങ്കിൽ അവർ പോലും അടിപൊളിയായിട്ട് പെർഫോം ചെയ്യണം. ഡയറക്ടർ ചൂസ് ചെയ്യുമ്പോൾ ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ഇപ്പോൾ അടിപൊളിയായിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഐ എം ഫൈൻ. അത് ആരാണെങ്കിലും നല്ലൊരു ആർട്ടിസ്റ്റിൻ്റെ കൂടെ എനിക്ക് പെർഫോം ചെയ്യാനൊരു സ്പേസ് കിട്ടണം, നല്ലോണം നല്ല ക്യാരക്ടർ. അതാണ് എൻ്റെ ആഗ്രഹം. ഇനി അങ്ങോട്ടുള്ള യാത്ര എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്? ഇനി നമ്മുടെ യാത്ര സിനിമയിലേക്ക് തന്നെയുള്ളൊരു യാത്രയായിരിക്കും? അങ്ങനെയൊന്നുമില്ല. കാരണം നമുക്ക് തീരുമാനിക്കുന്ന പോലെ കിട്ടണമെന്ന് നിർബന്ധമില്ല. കിട്ടിയാൽ ചെയ്യും, കിട്ടിയില്ലെങ്കിൽ ചെയ്യില്ല. അങ്ങനെ സിനിമ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഈ ഒരു മൂവി കഴിഞ്ഞിട്ട് കുറേ ആൾക്കാർ വിളിച്ച അപ്രീസിയേഷൻസും കുറേ ആൾക്കാർ ഹാപ്പിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് എനിക്ക് ഇനി റിലീസിൻ്റെ എല്ലാം റിലീസ് ചെയ്യുന്ന എല്ലാ മൂവീസും വേറെ വേറെ ക്യാരക്ടേഴ്സാണ്. അപ്പോൾ ഇനിയും കുറേ ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സ്, വെബ് സീരീസ് അതൊക്കെ ചെയ്യണം എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. വേറെ ലാംഗ്വേജസിൽ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അത് കിട്ടുമ്പോൾ ചെയ്യും, അല്ലാത്തപ്പോൾ ഞാൻ ചെയ്യണതൊക്കെ പോലെ തന്നെ അങ്ങനെ തന്നെ യാത്ര ചെയ്യും. കാരണം നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റില്ല. കാരണം പ്ലാൻ ചെയ്യുന്ന പോലെ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ചെയ്യുള്ളൂ പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഔട്ടാവും. എനിക്ക് എൻ്റെ മൈൻഡ് ഔട്ടാക്കാൻ എനിക്കിഷ്ടമല്ല. കഴിഞ്ഞ ദിവസം സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോൾ വണ്ടിയിൽ കയറി ഇരുന്നപ്പോൾ ഒരു വണ്ടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ എനിക്ക് ഇന്ന വണ്ടികളുണ്ടെന്ന് പറഞ്ഞു. ആ തള്ളിയതല്ലേ? ആ തള്ളാന്ന് അപ്പം തന്നെ അവിടെ നമ്മുടെ സൈഡിൽ നിന്ന് പേരെന്തായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന? രാധിക അപ്പൻ സിനിമ തൊട്ട് അങ്ങോട്ട് കാണുന്നതാണ്. രാധിക അപ്പം തന്നെ ഭയങ്കര തള്ളാന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ തള്ളിന് ഒരു കുറവില്ലേ? ഇല്ല. കാരണം അവർ എന്നെ കളിയാക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. അപ്പൊ തിരിച്ച് അതേപോലെ സംസാരിക്കും. നമ്മളാരാന്ന് അവർക്കറിയില്ല. അങ്ങനെയല്ല എന്നെ കളിയാക്കാൻ അറിയില്ലാത്തവരൊക്കെ ഒത്തിരി പേരുണ്ടാകാമല്ലോ. ഉണ്ടാവും, 100% ഉണ്ടാവും. ഇപ്പോൾ എന്താ പറയുക, 100% ഉണ്ടാവും. പക്ഷെ അന്ന് അവിടെ വന്ന് നമ്മളോട് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ മീഡിയക്കാരൊക്കെ നമ്മുടെ ഫ്രണ്ട്സ് അല്ലേ, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് അവർ അങ്ങനെ വേറെ ഡിജിറ്റൽ മീഡിയ കണ്ടന്റ് കവർ ചെയ്യാനോ ഓർ അവരുടെ വിഷ്വൽസ് എടുക്കാൻ അങ്ങനത്തെ ഒരു ഫീൽ എനിക്ക് വരാല്ല. അവർ വന്നിട്ട് പൂജിത്ത അല്ലെങ്കിൽ ചേച്ചി എന്ത് വിളിക്കണം, എനിക്ക് ആ ഒരു വൈബേ ഫീൽ ചെയ്തിട്ടുണ്ട്.
ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അവർ വന്ന് ചോദിക്കുമ്പോൾ ഡെഫിനറ്റ്ലി അവരെന്നെ കളിയാക്കാൻ ചോദിക്കുന്നു, തിരിച്ച് ഞാനും പറഞ്ഞു ഇതൊക്കെ ഉണ്ട്. കാരണം ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ തള്ളു എന്നുള്ള കാര്യം അവർക്കും ക്ലിയർ ആയിട്ട് അറിയാം. സോ ഐ വാസ് ജസ്റ്റ് ഹാവിങ് ഫൺ വിത്ത് ദം. അവരെല്ലാവരും എന്നെ എത്ര കളിയാക്കാറ്. പക്ഷെ എനിക്ക് അങ്ങനെ ആരും ഒരു മോശം രീതിയിലൊന്നുമില്ല. എനിക്ക് അവരൊക്കെ ഒരു നമ്മുടെ മീഡിയ ബഡീസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. സ്പാ കഴിഞ്ഞിട്ട് അന്ന് ഇന്റർവ്യൂവിൽ പറഞ്ഞായിരുന്നു അമ്മയെ കൊണ്ട് കാണിച്ച കഥയൊക്കെ പറഞ്ഞായിരുന്നു. അതിനുശേഷം അന്ന് റിലീസിന് മുമ്പാണ്, റിലീസ് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് എന്താണ് പറയുന്നത് അമ്മയ്ക്ക്? എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എൻ്റെ അപ്പ, എൻ്റെ റിലേറ്റീവ്സ്, അമ്മ തന്നെ എല്ലാവരോടും പറഞ്ഞു ഇങ്ങനെ പോയി പടം കണ്ടോളൂ, ലൈക്ക് ഇങ്ങനത്തെ ഒരു ഇതാണ് സബ്ജക്റ്റ്. ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല എന്ന് വരും, പക്ഷെ ഇത് ഫുൾ ഫണ്ണായിട്ട് പോയി കണ്ടാൽ യു വിൽ ലൈക്ക് ഇറ്റ്. വലിയ സീരിയസ് ആയിട്ട് ഇങ്ങനെ ഇതാക്കേണ്ട സബ്ജക്റ്റ് ഒന്നുമല്ല, ഇറ്റ്സ് ഫണ്ണു. അപ്പോൾ എൻ്റെ അമ്മ ആക്ച്വലി സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് വീട്ടിൽ അച്ഛനോടും എല്ലാവരും പോയിട്ട് പറഞ്ഞത്. ഐ വാസ് വെരി ഹാപ്പി. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം അമ്മ ഇത്ര സപ്പോർട്ടീവായിട്ട് എങ്ങനെ ആയിരിക്കുമോ റെസ്പോണ്ട് ചെയ്യുന്ന എനിക്കൊരു ഡബിൾ മൈൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ വാസ് വെരി ഹാപ്പി. അമ്മ വീണ്ടും ഒന്നുകൂടിയും കാണണം എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ നാളെ നമ്മളെല്ലാവരും കൂടെ ഒന്നുകൂടിയും പോയിട്ട് കാണും. അതല്ലേ, ദുബായിലുള്ളവരൊക്കെ കണ്ടോ? ദുബായിൽ റിലീസായിട്ടില്ല. ദുബായ് റിലീസായില്ല? ഇല്ല, ദുബായിൽ റിലീസായില്ല. ഞാൻ ദുബായിൽ റിലീസ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. സെൻസറിങ്ങിന്റെ റംദാൻ കഴിഞ്ഞിട്ട് നോക്കും എന്ന് പറയുന്നത്. സെൻസറിങ്ങിന്റെ വിഷയങ്ങളുണ്ടാവും, കഴിഞ്ഞിട്ടായിരിക്കും നല്ലത്. ദുബായിൽ ഫ്രണ്ട്സ് ഒക്കെ കാണണം. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നമ്മളിപ്പോൾ ലൈക്ക് ഇപ്പോൾ കൊച്ചിയിലെ എല്ലാവരും കാണുമ്പോൾ നമ്മളുടെ സ്ഥലത്ത് നമ്മുടെ ആൾക്കാർ കാണും. ഇപ്പോൾ ദുബായിലും കൂടെ ഞാൻ നിൽക്കണമെങ്കിൽ ഭയങ്കര ആഗ്രഹമുണ്ട് ദുബായിൽ നമ്മുടെ ആൾക്കാർ കാണണം എന്നുണ്ടെന്ന്. കാരണം കുറേ കാലത്തിന് ശേഷമാണ് എനിക്ക് ഇത്രയും ഒരു അടിപൊളി സബ്ജക്റ്റ് ഡയറക്റ്റഡ് ബൈ സച്ച് എൻ അമേസിങ് ഫിലിം മേക്കർ അങ്ങനത്തെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാവാൻ കിട്ടിയത്. ഐ എം ലൈക്ക് സോ ബ്ലെസ്ഡ്. അപ്പോൾ ഇത് ഐ വുഡ് ലവ് എവറിബഡി ടു സീ. ഇവിടുന്ന് മാറി നിന്നപ്പോൾ കുറേ ഫ്രണ്ട്സുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഫ്രണ്ട്സ് ആണെങ്കിൽ നഷ്ടപ്പെട്ടില്ലല്ലോ. പിന്നെ ഈ ഒരു മാറ്റം എനിക്ക് ആവശ്യമായിരുന്നു. കാരണം ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഫുൾ ടൈം ഫ്രണ്ട്സ് നമ്മൾ അതാണ് നമ്മുടെ മൈൻഡ് ഫുൾ ടൈം. അപ്പോൾ നമുക്ക് ലൈക്ക് നമ്മൾ ടൈം കണ്ടെത്തുന്നതും നമ്മളുടെ ഒരു പ്രൊഫഷണൽ ഗ്രോത്തോ നമുക്ക് എന്ത് ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റും കൂടുതൽ ചിന്തിക്കാനായിട്ടും കൂടുതലും എൻ്റെ പ്രയോറിറ്റി അതായിരുന്നു. ഇപ്പോൾ ദുബായിലേക്ക് മാറി കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഐ എം ഓൾസോ ലൈക്ക് ഓക്കെ ഹൗ ഐ ക്യാൻ ഗ്രോ മോർ ഇൻ മൈ പ്രൊഫഷൻ ഫീൽ തന്നെ. പിന്നെ എൻ്റെ ഇപ്പോൾ വീഡിയോ കോളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സായിട്ടും പണ്ടത്തെ പോലെയല്ല. അപ്പോൾ നമ്മളങ്ങനെ മിസ്സ് ചെയ്യുന്നു, അയ്യോ എനിക്ക് സംസാരിക്കാം അങ്ങനത്തെ ഒരു ഇതില്ല. പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും. ഇപ്പോൾ ദുബായ് ടു കൊച്ചി പറഞ്ഞാൽ കൊച്ചി ടു പാലക്കാട് പോകുന്ന ഡിസ്റ്റൻസേ ഉള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇൻ്റർനാഷണൽ റോമിങ്ങും ആക്ടിവിറ്റി തന്നെ ഫുൾ ടൈം അൺലിമിറ്റഡ് സംസാരിക്കാം. അങ്ങനെ സംസാരിക്കാൻ തോന്നുമ്പോൾ അങ്ങനത്തെ പ്രശ്നമൊന്നും എനിക്കില്ല. ഇങ്ങനെ ഒരു സിംഗിൾ യാത്ര എത്ര നാളത്തേക്ക്? ചെക്കനെ കിട്ടണ വരെ. അങ്ങനെ ഒന്നും ആയില്ലേ? ഇല്ല, ആയി. ഇവിടെ എപ്പോഴത്തെ ആളുണ്ടോ? പറഞ്ഞില്ലേ? അവർ മടുത്തു. അവര് പറയുന്നുണ്ട്, ഇപ്പൊ പറയാറില്ല. പറഞ്ഞു മടുത്ത്. ഇപ്പൊ നമ്മൾ ഒറ്റയ്ക്കുള്ള യാത്ര അല്ല. ഒറ്റയ്ക്ക് ഇല്ല, ഞാൻ ഒറ്റയ്ക്കേ അല്ല. എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ ഒറ്റയ്ക്കേ അല്ല. നമ്മളെ ആ വഴിക്ക് യാത്ര ചെയ്തു, നമ്മുടെ ആ ലോകത്തിലൂടെ. അതാണ് നമുക്ക് ഏറ്റവും ഹാപ്പി. ഇനി വരുന്നത് വന്നെടുത്ത് വെച്ച് കാണാം. എന്തിനും ഒരു സമയമുണ്ട്, ദാസാൻ തുടങ്ങി വെച്ച പോലെ അല്ലേ? അപ്പൊ ആ സമയത്തിന് മുമ്പ് കാത്തിരിക്കാം. ഇനിയും നല്ല നല്ല സിനിമകൾ ചെയ്യുക, ഇറങ്ങാനുള്ള സിനിമകൾ നല്ലതായി വരിക. ദുബായിലും കേരളത്തിലുമായിട്ട് ജീവിക്കുക. രണ്ടും നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം. ദുബായി പോയാലും നമ്മുടെ കേരളം തന്നെ, ഇവിടെ വന്നാൽ നമുക്ക് ദുബായ് പോലെ. എന്താണ് ഇഷ്ടപ്പെട്ട, നമ്മളെന്നും ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്? എനിക്ക് ചെയ്യാൻ എന്താ പറയുക, ഞാൻ ഇത്രയും കൊല്ലം ഇപ്പം എന്നെ കുറിച്ചിട്ടല്ലേ, ഇത്രയും കൊല്ലം ഞാൻ വന്നിട്ട് എൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിട്ടുണ്ട്. കുറേ പേര് കളിയാക്കിയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും എന്നിലൊരു വിശ്വാസവും പിന്നെ പണ്ടത്തെ ഞാൻ ചെയ്തിരിക്കുന്ന വർക്ക് ഇന്നും ഓർത്ത് വെച്ച് ഇന്നും എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഐ എം വെരി ബ്ലെസ്ഡ് ദറ്റ് ഐ ഹാവ് ദം. ആൻഡ് ഇന്ന് വെൻ ഐവ് കം ബാക്ക്, എനിക്ക് ഇങ്ങനത്തെ ഒരു മൂവി വന്നിട്ട് എന്നെ വീണ്ടും സ്ക്രീനിൽ കണ്ട സമയത്ത് എല്ലാവരുടെയും സന്തോഷം കണ്ടപ്പോൾ ഐ ഫെൽറ്റ് വെരി ഹാപ്പി. അപ്പോൾ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ലവിങ് മീ ആൻഡ് കണ്ടിന്യൂ സപ്പോർട്ടിങ് മീ. കാരണം അവരുണ്ടെങ്കിലേ ഞാനുള്ളൂ. അല്ല, ആരുടെ മുഖത്തൊന്നും മാഞ്ഞിട്ടില്ല, അവരുടെ മനസ്സിൽ പൂജിതമുണ്ട്. എന്നതിന്റെ തെളിവാണ് ഈ സിനിമ കണ്ട് ഇറങ്ങുമ്പോൾ പൂജയുടെ അടുത്തേക്ക് ആളുകൾ വരുന്നത്. കറക്റ്റ്. അതാണ് എൻ്റെ ഒരു സന്തോഷം. അതാണ് ഇത്രയും കൊല്ലം നമ്മൾ എന്താ പറയുക, നമുക്ക് നമ്മളൊരു ഡൗൺ ആയ സമയത്ത് മാറും, നമ്മൾ മറന്നിട്ടില്ല എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കുമ്പോൾ എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ. ചെയ്തു വെച്ച സിനിമയിൽ ഏറ്റവും ഓർത്തിരിക്കുന്ന ഈ സ്പാ അല്ലാതെ മറ്റൊരു സിനിമ? എൻ്റെ ഏറ്റവും ഫേവറേറ്റ്, ഞാൻ ആക്ട് ചെയ്യുന്ന സമയത്തും ഒക്കെ ഉള്ളത് നീക്കോ നാജ്. എൻ്റെ ഫസ്റ്റ് മൂവിയാണ് എന്നും എൻ്റെ ഫേവറേറ്റ്. എന്നെ കൊല്ലും, ഞാനും ചാവും. കൃത്യമാണ്, അത് ഓർത്തിരിക്കാം. ആ സിനിമ അങ്ങനെയായിരുന്നു. ആ സിനിമ ആ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെട്ട സിനിമകളും അങ്ങനത്തെ സിനിമകൾ ചെയ്ത ഓർമ്മയിൽ നല്ലതാണ്. ഇനിയും അങ്ങനത്തെ നല്ല കഥാപാത്രം ചെയ്യണം. എന്തായാലും കൂടെ ഉണ്ടാവും യാത്രയ്ക്ക്. എന്താവശ്യമുണ്ടെങ്കിൽ വിളിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. യെസ്.